അതായത് അങ്ങനെ ഒരു മഹത്തായ ഒരു സ്റ്റേജിൽ എത്തുകയോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് മാതൃകയാക്കാൻ പറ്റിയൊരു ജീവിതമാണെന്ന് പറയണമൊന്നും ആയിട്ടൊന്നുമില്ല. എങ്കിലും അനുഭവമാണ് ലോകത്തിലെ ഏറ്റവും വലിയ പാഠം എന്ന് പറയാറുണ്ട്. പക്ഷെ ബാക്കിയുള്ള എല്ലാ പഠനത്തെക്കാളും പ്രധാനമായിട്ടുള്ളത് മനസ്സിലാക്കേണ്ടത് സാധാരണ എപ്പോഴും ആദ്യം പാഠം, അത് കഴിഞ്ഞിട്ട് പരീക്ഷ എന്നുള്ളതാണ്. അതേസമയം നമ്മുടെ അനുഭവങ്ങളുടെ കേസിൽ നോക്കുകയാണെങ്കിൽ ആദ്യം പരീക്ഷ, അത് കഴിഞ്ഞ് അതിന് ശേഷമാണ് പാഠം. അപ്പോ ആ ഒരു പാഠം നമ്മൾ ഒരിക്കലും മറക്കില്ല. പക്ഷെ ആദ്യം പരീക്ഷയാണ്, അത് കഴിഞ്ഞിട്ട് പിന്നെ പാഠം പഠിക്കേണ്ടാവുക. എന്റെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ച കുറെ പാഠങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം കൂടെ, സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കുന്നവൻ ബുദ്ധിമാനാണെങ്കിൽ മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കുന്നവൻ അതിബുദ്ധിമാനാണെന്ന് പറയാറുള്ളത്. അപ്പൊ എന്റെ ഈ അനുഭവങ്ങളും ബാക്കിയുള്ള ആളുകൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ പറ്റി പറയുകയാണെങ്കിൽ, എന്റെ പേര് സുരേഷ് എന്നാണ്. മലപ്പുറം ജില്ലയിലെ തിരൂരാണ് എന്റെ വീട്. എന്റെ അമ്മയുടെ വീടാണ് തിരൂരില്. അച്ഛന്റെ വീട് പാലക്കാടാണ്. ഞാൻ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് മലപ്പുറത്താണ് സെറ്റിൽ ആയിട്ടുള്ളത്, തിരൂരില്. അപ്പോ എന്റെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്റെ ജന്മത്തോടെയാണല്ലോ. എന്റെ അച്ഛനും എന്റെ അമ്മയും കൂടെ പോയി സെറ്റിൽ ആയത് കോയമ്പത്തൂരിലായിരുന്നു. അപ്പൊ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലാണ് ഞാൻ ജനിച്ചത്. എന്റെ ഒരു 4 വയസ്സ് വരെ അവിടെയായിരുന്നു, 5 വയസ്സ് വരെ അവിടെയായിരുന്നു. അവിടെ വെച്ചിട്ട് എന്റെ അച്ഛന്റെ മരണത്തോടു കൂടി ഞങ്ങള് അമ്മയുടെ നാട്ടില് കേരളത്തിലേക്ക് വരാനുണ്ടായത്. അപ്പോ ജീവിതത്തിന്റെ ആദ്യത്തെ ഒരു കുറച്ച് കാലഘട്ടം തമിഴ്നാട്ടില് കുഞ്ഞുകുട്ടിയായിരിക്കുന്ന സമയത്ത് കൂടെയുള്ള അടുത്ത് താമസിക്കുന്ന ആളുകളെല്ലാം മലയാളികൾ തന്നെയായിരുന്നു. അപ്പൊ കുറച്ച് മലയാളവും കുറച്ച് തമിഴും എല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു കൾച്ചറിലാണ് ജനിച്ച് വളർന്നു തുടങ്ങിയത്. പിന്നെ കേരളത്തിലേക്ക് എത്തിയ സമയത്ത് കാലഘട്ടം മൊത്തം മാറുകയാണല്ലോ, നമ്മുടെ ഒരു അന്തരീക്ഷം മൊത്തം മാറുകയാണ്. ഇവിടെ എന്താ പറയാ, എന്റെ ഒരു കുഞ്ഞു ഗ്രാമം, ഇവിടെ അടുത്തൊരു പുഴയൊക്കെ ഉണ്ട്, കുറച്ച് അപ്പുറത്ത് കടലുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോ ഒരുപാട് തോടുകളും ഒരുപാട് പാടങ്ങളും ഒക്കെ ഉള്ള ഒരു മനോഹരമായ ഗ്രാമം. അപ്പൊ ഞാൻ കുട്ടിയാവുന്ന സമയത്ത് എന്റെ വീടിനടുത്ത് കുറെ പാടങ്ങളൊക്കെ ഉണ്ട്. 100 മീറ്റർ അപ്പുറത്ത് പാടമാണ്. അപ്പൊ ഞങ്ങള് പണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ പാടവരമ്പൊക്കെ ഉണ്ടായിരുന്നു. ആ വരമ്പത്തൂടെയൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ആ വരമ്പിന്റെ സൈഡില് കുറെ കുറെ നെല്ലുകളൊക്കെ ഉണ്ടാവും. പോകുന്ന വഴിക്ക് നെൽക്കതിരൊക്കെ ഇങ്ങനെ പറിച്ചെടുത്ത് അങ്ങനെ ആസ്വദിച്ച് അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അവിടെയൊക്കെ റോഡുകളൊക്കെ ആയി, ആ ഒരു പാടങ്ങൾ മൊത്തം പോയി, കുറെ വീടുകളൊക്കെ ആയി. ആ ഒരു ഗ്രാമത്തിന്റെ അന്തരീക്ഷം മൊത്തം മാറിപ്പോയി. അപ്പോ ആ കുഞ്ഞു കുട്ടിയാവുന്ന സമയത്ത് ഇവിടെ നാട്ടിലെത്തി തിരുവനന്തപുരത്ത് കഴിയുന്ന സമയത്ത് പിന്നെ ഇവിടെ എന്റെ കുറെ ഫ്രണ്ട്സിന്റെ കൂടെ സാധാരണ എല്ലാവരുടെയും പോലെ കുറെ കളികളും സംഭവമൊക്കെ ആയിട്ട് ഞങ്ങളുടെ നാട്ടിൽ പണ്ട് കുഞ്ഞു കുട്ടിയാകുമ്പോൾ ക്രിക്കറ്റും ഫുട്ബോളും ഒന്നും അല്ലാണ്ട് ഓടി തുടങ്ങിയിട്ടില്ല. അപ്പൊ ഞങ്ങള് കുട്ടിയും കോലും എന്നൊക്കെ പറയും, ചുള്ളിയും പട്ടം എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയാനുള്ളത്. അതുപോലെ കുറെ കളികളും സംഭവമൊക്കെ ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ കളിച്ച് തീർത്ത് അർമാദിച്ച് നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഒരു 5-ാം ക്ലാസ് വരെ ഞാൻ എന്റെ നാട്ടിൽ തിരുവനന്തപുരം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അന്ന് എന്താ പറയാ, സ്കൂളില് പാട്ട് പാടാനും ചിത്രം വരയ്ക്കാനും അങ്ങനെ എല്ലാവിധ കലാപരിപാടികൾക്കും കൂടെ ഉണ്ടാവുമായിരുന്നു. അപ്പോ എന്താ പറയാ, ആ ആ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു സംഭവം, എനിക്കൊരു നല്ല വായനാശീലം ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ അച്ഛനോട്, എന്റെ മരണപ്പെട്ടവന്റെ അച്ഛനോട് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദിയുള്ളത് എന്നിലേക്ക് ഈ വായനാശീലം എത്തിച്ചു തന്നതിനാണ്. ഒരിക്കലും എന്നോട് വായിക്കണം, പുസ്തകങ്ങൾ വായിക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ പുസ്തക വായന നല്ലതാണ് എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ വായിക്കാനുള്ള സാഹചര്യം വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പുസ്തകങ്ങൾ വീട്ടിലുണ്ടായിരുന്നത് കൊണ്ട് അച്ഛനിരുന്ന് വായിക്കുന്നത് കാണുന്ന സമയത്ത് ഞാനും പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. അപ്പോ എന്താ പറയാ, ഇനി ആർക്കെങ്കിലും മക്കളെയൊക്കെ വായനാശീലം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും വായനാശീലത്തിന്റെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് അതങ്ങനെ എന്താ പറയാ വീണ്ടും വീണ്ടും പറഞ്ഞ് വായിക്കുക വായിക്കുക എന്ന് പറഞ്ഞതിനേക്കാൾ നല്ലത് വായിക്കാനുള്ള സിറ്റുവേഷൻ വീട്ടിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ എന്റെ വീട്ടിൽ എനിക്കുണ്ടായ പോലെ എന്റെ അച്ഛനിരുന്ന് വായിക്കുന്നത് കാണുന്ന സമയത്ത് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു പുസ്തകങ്ങൾ, ബാലരമയും ബാലമംഗളും ഒക്കെ അന്നുകൊണ്ട് അതൊക്കെ ഇരുന്ന് വായിക്കുമായിരുന്നു. കുഞ്ഞു കുട്ടിയാകുമ്പോൾ എനിക്കത് വായിക്കാൻ അറിയില്ല കേട്ടോ, ഞാൻ ചിത്രങ്ങൾ മറിച്ച് നോക്കി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു എന്താ പറയാ, ആ വായനയുടെ ഒരു ബീജം എന്നിലേക്ക് പകർന്നു തരാൻ സാധിച്ചുള്ളതാണ്. അതുപോലെ തന്നെ ചെറിയ കുട്ടിയാവുന്ന സമയത്ത് തന്നെ പാട്ട് പാടാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെയും കാരണം വീട്ടിൽ അങ്ങനെ ഗായകരൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും പാട്ടുകാരൊന്നുമല്ല. പക്ഷെ എങ്കിലും ഫുൾ ടൈം വീട്ടിൽ പാട്ട് വെച്ചുകൊണ്ടിരിക്കും. ആ പാട്ട് അങ്ങനെ കേട്ട് 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 കൂടെ മൂളി ഞാനും ഒരു പാട്ടുകാരനായി മാറിയതാണ്. അപ്പൊ ഇതേപോലെ ആർക്കെങ്കിലും മക്കള് ഗായകരാക്കണം എന്നൊക്കെ, അല്ലെങ്കിൽ സംഗീതം ആസ്വദിക്കുന്ന ആൾക്കാരാക്കണം എന്നുണ്ടെങ്കിൽ വീട്ടിൽ എപ്പോഴും പാട്ട് വെച്ചുകൊണ്ടിരിക്കുക, അത് നല്ല കാര്യമാണ്. അങ്ങനെ ഒരു 5-ാം ക്ലാസ് വരെ ഇവിടെ നാട്ടില് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ 5-ാം ക്ലാസിന്റെ ഇടയിൽ നാട്ടിലെ കുറിച്ച് കുറെ ക്വിസ് പ്രോഗ്രാംസിലൊക്കെ പങ്കെടുത്തു, ഒരു സമ്മാനം കിട്ടി. അന്ന് പറയുകയാണെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടമായിരുന്നു എന്ന് പറയാം. അന്ന് കുറെ നാട്ടിൽ കുറെ കുഞ്ഞു കുഞ്ഞ് സാംസ്കാരിക പ്രസ്ഥാനങ്ങളുണ്ട്. ഒരു ഗ്രാമബന്ധു വായനശാലയുണ്ട്. അതുപോലെ ഗ്രാമബന്ധു വായനശാല കൂടാതെ ഒരു മണിപ്പുര കലാകേന്ദ്രമുണ്ട്. അശോക് സ്മാരക അംഗൻവാടി ഉണ്ട്. ടിപ് ടോപ്പ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഉണ്ട്.
പ്രിയദർശിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഉണ്ട്. അങ്ങനെ ഇവരുടെ എല്ലാം വാർഷിക പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരിക്കും. എല്ലാ വാർഷികാഘോഷങ്ങൾക്കും മുന്നോടിയായിട്ട് ഇവർ കുറെ കലാപരിപാടികളൊക്കെ മത്സരങ്ങൾ വെക്കാറുണ്ട്. ചിത്രരചന മത്സരം, ലളിതഗാന മത്സരം, മാപ്പിളപ്പാട്ട് മത്സരം. ഇതിനെല്ലാറ്റിനും പങ്കെടുത്ത് എന്താ പറയുക, ആ ഒരു ചമ്മലും നാണക്കേടും ആ ഒരു സ്റ്റേജ് ഫ്രൈറ്റ് ഒക്കെ പണ്ട് ചെറിയ കുട്ടിയാവുന്ന സമയത്ത് തന്നെ മാറിയിട്ടുണ്ട്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ എന്താ പറയാ, നമ്മുടെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് ലളിതഗാനം, മാപ്പിളപ്പാട്ട്, മോണോ ആക്ട്, പദ്യചൊല്ലൽ, അങ്ങനെ 4-5 വീട്ടിനെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അന്നത്തെ ഒരു കോമഡി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നാട്ടില് പറഞ്ഞില്ലേ ഈ വാർഷികാഘോഷം ഉണ്ടാകുമ്പോൾ ഒരു സ്റ്റേജ് ഒക്കെ കെട്ടിയിട്ട് നാട്ടുകാർ മുഴുവൻ മുമ്പിൽ ഒന്നിരുന്നിട്ട് ഇങ്ങനെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കും. മിക്കവാറും ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ നാടക കമ്പനീന്റെ നാടകമൊക്കെ ഉണ്ടാവും. അപ്പൊ ഞങ്ങളെല്ലാം കുഞ്ഞു കുട്ടികളെല്ലാവരും അതിന്റെ മുമ്പിൽ പോയി ചമ്രം പഠിച്ചിരിക്കും. പ്രായമുള്ള ആൾക്കാർ കുറച്ച് ബാക്കിലായിട്ട് ഇരിക്കുന്നുണ്ടാവും. അങ്ങനെ അത് ആസ്വദിച്ച് അങ്ങനെ പോകും. അപ്പൊ അന്നും ഇതേപോലെ സ്റ്റേജിൽ കയറാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവും. പാട്ട് പാടുന്ന സമയത്ത് കൂടെ വായ കൊണ്ടുതന്നെ മ്യൂസിക് ഒക്കെ ഉണ്ടാക്കിയിട്ട് വൻ കോമഡി ഒക്കെ ആയിട്ടുണ്ട്. കൂടെ ഇരിക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ മുഴുവൻ ചിരിച്ചു മറിയുകയാണെങ്കിലും എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞാൻ വായ കൊണ്ട് മ്യൂസിക് ഉണ്ടാക്കി പാട്ടൊക്കെ പാടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു 5ാം ക്ലാസ്സിന് ശേഷം ലൈഫിന്റെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ഉണ്ടാവുന്നത് നവോദയയിലേക്ക് ഒരു എക്സാം ഉണ്ടായിരുന്നു. നവോദയ, ജവഹർ നവോദയ വിദ്യാലയം നോക്കുകയാണെങ്കിൽ അത് സെൻട്രൽ ഗവൺമെന്റ് ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. ഗ്രാമപ്രദേശത്തുള്ള കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോ എന്താ പറയാ, ഒരു 5ാം ക്ലാസ് വെച്ച് പരീക്ഷയൊക്കെ ഉണ്ട്. ഈ പരീക്ഷ പാസ്സായി കഴിയുകയാണെങ്കിൽ നമുക്കൊരു ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരിക്കും. ആ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അഡ്മിഷൻ ഒക്കെ കിട്ടും. അപ്പോ നവോദയയിലേക്ക് എത്തിപ്പെട്ടത് ലൈഫിന്റെ വലിയൊരു മാറ്റമായിരുന്നു. ഇത്രയും കാലം 5ാം ക്ലാസ് പഠിക്കുന്നത് വരെ എന്റെ കാര്യങ്ങൾ നോക്കുന്നത് എന്നേക്കാൾ കൂടുതൽ എന്റെ അമ്മയായിരുന്നു. എന്റെ ഡ്രസ്സിന്റെ കേസിലാണെങ്കിലും, എന്റെ ഭക്ഷണത്തിന്റെ കേസിലാണെങ്കിലും, എനിക്ക് ഉറങ്ങേണ്ട സമയമാകുമ്പോൾ ഉറക്കി തരുന്നതാണെങ്കിലും, എന്റെ ബെഡ്ഷീറ്റ്, എല്ലാ കാര്യങ്ങളും അമ്മയെ നോക്കിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പെട്ടെന്ന് നവോദയയിൽ എത്തുമ്പോൾ പ്രധാനമായിട്ടുണ്ടായ മാറ്റം, നവോദയ പഠിപ്പിക്കുന്ന 1ാമത്തെ പാഠം സ്വാശ്രയത്വമാണ്. നമ്മൾക്ക് പോയി കഴിയുകയാണെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും ഒരു ബെഡ് സ്പേസ് ഉണ്ടായിരിക്കും. നമ്മുടെ സ്വന്തം സാധനങ്ങൾ, നമ്മുടെ ബെഡ്, നമ്മുടെ ബെഡ്ഷീറ്റ്, നമ്മുടെ പാത്രങ്ങൾ, നമ്മുടെ ബക്കറ്റ്, എല്ലാം നമ്മുടെ ബുക്സ്, എല്ലാം നമ്മുടെ, ഇതിനെല്ലാം നമ്മൾ തന്നെയാണ് റെസ്പോൺസിബിൾ. നമ്മുടെ ബെഡ് നമ്മൾ സൂക്ഷിച്ചോളണം, നമ്മുടെ ബെഡ്ഷീറ്റ് നമ്മൾ തന്നെ മടക്കി വെക്കണം, നമ്മുടെ ബെഡ് നമ്മൾ തന്നെ ക്ലിയർ ചെയ്ത് വെക്കണം, നമ്മുടെ പാത്രങ്ങൾ നമ്മൾ കഴുകി വെക്കണം. അങ്ങനെ എല്ലാം നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യണം. ആ ഒരു ആ ജീവിതം 7 വർഷത്തെ നവോദയ ലൈഫ് സത്യം പറയുകയാണെങ്കിൽ വലിയ മാറ്റം ഉണ്ടാക്കുക. പറയാറുണ്ട് നവോദയയിൽ പഠിച്ചൊരു കുട്ടിക്ക് എവിടെ പോയാലും സർവൈവ് ചെയ്യാൻ പറ്റും, എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും, അല്ല അഡാപ്റ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയാറുണ്ട്. അത് സത്യം തന്നെയാണ്. അതായിരുന്നു എന്റെ ലൈഫിലെ വലിയൊരു മാറ്റം. ആ 7 വർഷം കൊണ്ടുണ്ടായിട്ടുള്ള ഒരു സുഹൃത്ത് വലയം എന്ന് പറയുന്നത് വളരെ വലുതാണ്. നവോദയയിൽ നിന്ന് ഇറങ്ങിയിട്ട് 1999-ലാണ് ഞാൻ +2 കഴിഞ്ഞത്. ഇപ്പൊ 25 വർഷം, കാൽ നൂറ്റാണ്ട് കഴിഞ്ഞെങ്കിൽ തന്നെയും ഇപ്പോഴും എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പലരും നവോദയൻസ് ആണ്. അതായത് ഇപ്പോഴും ഹുമയൂൺ ഫിറോസ് ഉണ്ട്, റിയാസ് കെ യൂസഫ് ഉണ്ട്, നിപിൻ ഉണ്ട്, ഫസ്ലുർ റഹ്മാൻ ഉണ്ട്, അതേപോലെ അംബിളയുണ്ട്, പ്രവിതയുണ്ട്, സിന്ധുഷയുണ്ട്. അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്ന, ഇപ്പോഴും നല്ല ബന്ധം സൂക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇതില് എന്താ പറയാ, എനിക്കൊരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കാലത്ത്. ഒരു ബൈക്ക് ഓടിച്ചു പോകുന്ന സമയത്ത് ഒരു പട്ടി കുറുകെ ചാടി ഒരു സ്പൈനൽ ഇഞ്ചുറി ഒക്കെ ഉണ്ടായി. ഈ സമയത്ത് കട്ടയ്ക്ക് കൂടുന്നതും ഏറ്റവും കൂടുതൽ എന്താ പറയാ സപ്പോർട്ട്, സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ഒരു ഞങ്ങൾ എപ്പോഴും കൂടെ ഉണ്ട് എന്നൊരു മെസ്സേജ് തന്നവരെല്ലാവരും കൂടെ ഉണ്ട്. അപ്പൊ ഈ ഒരു നവോദയൻ ലൈഫിനോട് വളരെയധികം കടപ്പെട്ടിട്ടുണ്ട്. ഈ നവോദയയിലെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആഹ് നമ്മുടെ ഇപ്പോഴത്തെ കാലമല്ല, അന്ന് നമ്മളുടെ മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് ഒന്നുമില്ല പഠിക്കാൻ. അന്ന് +2 കഴിയുന്ന ഏതൊരാളും സ്വാഭാവികമായിട്ട് നോക്കുക ഒന്നുകിൽ മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്, ഇങ്ങനെ 2 സ്ട്രീംസ് ആണ് ആലോചിക്കുക. ഞാന് കുറച്ചും കൂടെ ഈസി ഗോയിങ്, മാത്സ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് 10ാം ക്ലാസ് മുതലേ മാത്സ് അവസാനിപ്പിച്ചിട്ട് ബയോളജി സ്ട്രീമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാനും എഴുതി മെഡിക്കൽ എൻട്രൻസ്. ഈ എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് 1 വർഷത്തെ ഒരു കോച്ചിങ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രിവാൻഡ്രത്തിലെ ടാൻഡം എന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ആ ടാൻഡത്തിൽ പോവുകയാണ്. ടാൻഡത്തിൽ പോയി കഴിയുന്ന സമയത്ത് എൻ്റെ ഒരു ചേച്ചിയുണ്ട്, ഒരു കസിൻ, പുള്ളിക്കാരി, എൻ്റെ ഒരു ബന്ധു, ഒരു ചേച്ചിയുണ്ട്. അവരവിടെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ എഡിറ്റർ ഒക്കെയാണ്. അപ്പോ ആ വീട്ടിലാണ് എനിക്ക് താമസിക്കാൻ. ആഹ് ആ കാൽ നൂറ്റാണ്ട് മുമ്പാണെന്ന് ആലോചിക്കണം. അന്ന് അങ്ങോട്ട് പോണ സമയത്ത് എന്താണ് എവിടെയാണ് ഒരു തലയും മാറും ഇല്ലാണ്ടേ പോണത്. ആ ഒരു അവരുടെ വീട്ടിൽ പോയി താമസിക്കുന്നു. ഇവിടെ വേറെ സുഹൃത്തുക്കളൊന്നുമില്ല. അവർ ബിസിയാണ്. രാവിലെ ജോലിക്ക് പോയിട്ട് വൈകുന്നേരം വരും. വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു കുളിയും തേവാരൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി താമസിക്കുക. അത് കഴിയുകയാണെങ്കിൽ പിറ്റേന്ന് രാവിലെ വന്നിട്ട് കുളിയും തേവാരം കഴിഞ്ഞിട്ട് ജോലിക്ക് പോകും. അപ്പൊ കുളിക്കാൻ വേണ്ടി മാത്രമാണ് അവർ ആ വീട് യൂസ് ചെയ്യുന്നത്. അപ്പൊ അവിടെയുള്ള ഒരു കുറച്ച് കാലഘട്ടം എന്റെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. അതായത് എന്താ പറയാ, ഈ വായിക്കാൻ വേണ്ടി കുറച്ചു നേരം പഠിച്ച് ബോറടിക്കുന്ന സമയത്ത് എന്തെങ്കിലും പുസ്തകം എടുത്ത് വായിക്കണം എന്നുണ്ടെങ്കിൽ
അതിനാകെയുള്ളത് ഈ സിനിമ സംബന്ധിച്ച പുസ്തകങ്ങൾ മാത്രമാണ്. അതിൽ ഫോട്ടോഗ്രാഫി എന്നെ വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്തു. ഫോട്ടോഗ്രാഫി പഠിക്കണം എന്ന് ഭയങ്കര ചെറിയ കുട്ടികളുടെ സമയത്ത് തന്നെ. അന്ന് ബോളിവുഡിലൊക്കെ അതുൽ കസ്ബേക്കർ, തബുർ ഇദ്നാനി പോലത്തെ പ്രതിഭാശാലികളായ ഫോട്ടോഗ്രാഫേഴ്സ് അവരുടെ കുറെ ഫോട്ടോസ് കാണുന്നു. അപ്പൊ എനിക്കും തോന്നുകയാണ് ഇതുപോലെയൊക്കെ ചെയ്യണം എന്നൊക്കെ. എന്തായാലും പോയി കഴിയുന്ന സമയത്ത് എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടിയാണ് പോയതെങ്കിലും ഫോക്കസ് പിന്നെ അങ്ങനെ തിരിഞ്ഞു. എൻട്രൻസ് എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്നു. എനിക്കത് കിട്ടിയത് BSc അഗ്രികൾച്ചർ ആണ്. ഇപ്പോഴും എല്ലാവരും പറയാറുണ്ട് ഞാൻ ലൈഫിൽ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിലൊന്ന് എനിക്ക് കിട്ടിയ BSc അഗ്രികൾച്ചർ വീട്ടിൽ പറയാതെ അത് വേണ്ടാന്ന് വെച്ചതാണ്. അന്നത്തെ ആ പ്രായത്തിൽ എനിക്ക് തോന്നിയ ഏറ്റവും ബുദ്ധിപരമായ ഒരു തീരുമാനമായിരുന്നു. ചില സമയത്ത് ആലോചിക്കാറുണ്ട് അത് ശരിയായ തീരുമാനമായിരുന്നോ അല്ലയോ എന്നുള്ളത്. ചില സമയത്ത് തോന്നിയിട്ടുണ്ട് ബുദ്ധിപരമായ തീരുമാനം ആയിരുന്നില്ല എന്നത്. ഒരു പക്ഷേ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാനിപ്പോ ഈ സമയത്ത് ഒരു ഗസ്റ്റഡ് ഓഫീസറൊക്കെ ആയിട്ട് സെറ്റിൽ ആയിട്ടുണ്ടാവും. അങ്ങനെ ആയിട്ടുണ്ടാവും ഒരു ഭാഗത്തു കൂടെ. അതേസമയം അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് എനിക്കിപ്പോ ഈ കിട്ടിയ അനുഭവങ്ങളൊന്നും അത് ചെയ്തിരുന്നെങ്കിൽ കിട്ടുമായിരുന്നില്ല എന്ന് ആലോചിക്കുമ്പോൾ വേറൊരു അതും പോസിറ്റീവായിട്ടും തോന്നാറുണ്ട്. എനിവേ അത് കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് എത്തി. BSc അഗ്രികൾച്ചർ ഞാൻ ഡ്രോപ്പ് ചെയ്തു. പിന്നെ നാട്ടിൽ വന്ന സമയത്ത് പിന്നെ കുറച്ചു കാലം എന്താ പറയാ ഫോട്ടോഗ്രാഫി പഠിക്കണം എന്നുള്ള ആഗ്രഹമായിട്ട് തിരിഞ്ഞ് നടക്കുകയാണ്. അപ്പൊ അന്ന് ഫോട്ടോഗ്രാഫി ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊന്നും ഇല്ല ഇവിടെ. അന്ന് അതേപോലെ യൂട്യൂബ് എന്നുള്ള സംഭവം ഒന്നും പ്രാവർത്തികമായിട്ടൊന്നും ഇല്ല. യൂട്യൂബ് ഇല്ല, ഫോട്ടോഗ്രാഫി മാഗസിൻസ് ഇല്ല. അപ്പോ ഫോട്ടോഗ്രാഫി പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇത് അറിയുന്ന കുറച്ച് ആളുകളോട് കോൺടാക്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു നാട്ടിലൊരു രാജേട്ടൻ ഉണ്ട്, പുള്ളി വലിയ ഫോട്ടോഗ്രാഫറാണ്. അത് ഉസ്മാൻ കുട്ടി പച്ചാട്ടി, അദ്ദേഹം നാഷണൽ അവാർഡൊക്കെ വാങ്ങിയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫറാണ്. ഇവരുടെയൊക്കെ സൗഹൃദ വലയത്തിൽ കൂടിപ്പെട്ട് അങ്ങനെ ഫോട്ടോഗ്രാഫി പഠിക്കാൻ തുടങ്ങി. അപ്പൊ ഇതിനിടയിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഞാൻ ഡിഗ്രി ജോയിൻ ചെയ്തത്. ആ സമയത്ത് കുറെ കാര്യങ്ങൾ ചെയ്യാനുള്ളത് ഡെയിലി കോളേജിൽ പോക്ക് നടക്കില്ലെന്ന് തോന്നിയുകൊണ്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ ജോയിൻ ചെയ്തു. ആ ഒരു സമയത്ത് പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോ കുറെ സമയമുണ്ട് എനിക്ക്. ഈ സമയത്ത് മുഴുവനും ഒരു ക്യാമറയും തൂക്കി പിടിച്ച് കയ്യിൽ കാണുന്ന ഫോട്ടോസ് ഒക്കെ എടുത്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു പാസീവ് ഇൻകം എന്ന സംഭവത്തിൽ എനിക്കൊന്നും വലിയ പ്രായമൊന്നും ആയിട്ടില്ല, 18 വയസ്സ് പ്രായമായിട്ടുള്ളൂ. അപ്പൊ അന്ന് എന്താ പറയാ ഫോട്ടോഗ്രാഫി ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അന്ന് ഒരു റോൾ ഫിലിമിന് ഏകദേശം 100 രൂപയോളം വിലയുണ്ട്. കാൽ നൂറ്റാണ്ട് മുമ്പത്തെ 100 രൂപയ്ക്ക് നല്ല വാല്യൂ ആണ്. 100 രൂപയ്ക്ക് ഫിലിം വാങ്ങണം, പിന്നെ അത് പ്രോസസ്സിങ്, അതിന്റെ ഒരു 30 രൂപ പ്രോസസ്സിംഗ് ചാർജ് ഉണ്ട്, പ്രിന്റ് ചെയ്യാൻ വേറെ ചാർജ് ഉണ്ട്. അപ്പൊ ഇത്രയും കാശൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ, വീട്ടിൽ നിന്ന് ഈ കാശ് വാങ്ങാൻ പറ്റില്ല. ആ സമയത്ത് നാട്ടിലൊരു സ്കൂളുണ്ട്. ആ സ്കൂളിൽ പാട്ട് പഠിപ്പിക്കാൻ വേണ്ടി അന്വേഷിച്ചു. അപ്പൊ അന്ന് പാട്ടൊക്കെ പാടാന്ന് പറഞ്ഞില്ലേ, പാട്ട് പാടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ കുട്ടികൾ കുറച്ച് സംഘഗാനവും ദേശഭക്തി ഗാനവും മാപ്പിളപ്പാട്ടും ഒക്കെ പഠിപ്പിച്ചു കൊടുത്തു. ആ വർഷത്തെ സ്കൂൾ കോമ്പറ്റീഷനിൽ എന്താ പറയാ യുവജനോത്സവത്തില് ആ സ്കൂളിൽ ദേശഭക്തി ഗാനത്തിന് 1ാം സ്ഥാനം, പിന്നെ ആ, ദേശീയ ഗാനത്തിന് 1ാം സ്ഥാനം, സംഘഗാനത്തിന് 2ാം സ്ഥാനം, മാപ്പിളപ്പാട്ടിന് 3ാം സ്ഥാനം, അങ്ങനെ കുറച്ച് സമ്മാനങ്ങൾ കിട്ടി. അതോടുകൂടി എനിക്ക് ഇത്തിരി വാല്യൂ ഒക്കെ ആയി. പിന്നെ പാട്ട് പഠിപ്പിക്കാൻ വേണ്ടി വേറെ ഓഫറൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ സ്കൂളിന്റെ പ്രിൻസിപ്പള് അവരെല്ലാം കൂടി നാട്ടിലൊരു ട്യൂട്ടോറിയൽ നടത്തുന്നുണ്ട്. ട്യൂട്ടോറിയൽ എന്ന് പറയാൻ പറ്റില്ല, ട്യൂട്ടോറിയലാണ്. അവിടെ പാരലൽ കോളേജ് അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പൊ അവിടെ പഠിപ്പിക്കാൻ പറ്റുമെന്ന് വെച്ചു. അപ്പൊ നോക്കുമ്പോ ഞാനിങ്ങനെ നവോദയം പ്രൊഡക്റ്റ് ആണല്ലോ. അപ്പൊ അത്യാവശ്യം കാര്യഗൗരവവും ഇവരൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ പ്രായമൊന്നും പരിഗണിച്ചില്ല. ഒരു 18 വയസ്സ് പ്രായമുള്ളെങ്കിൽ തന്നെയും ഞാൻ അവിടെ മാഷായിട്ട് കയറുകയാണ്. അങ്ങനെ മാഷായിട്ട് ഇരിക്കുന്ന സമയത്ത് എന്താ പറയാ വളരെ ചെറിയ പ്രായമാണ്. വലിയ മോശമില്ലാത്ത ഇൻകം കിട്ടാൻ തുടങ്ങി. വലിയ മോശമില്ലാത്ത ഇൻകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കൂടെ പഠിക്കുന്ന ബാക്കി എല്ലാവരും ഇപ്പോഴും ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മോശമില്ലാത്ത സംഖ്യ കിട്ടാൻ തുടങ്ങി. ലൈഫ് സെറ്റിൽ ആയി എന്നൊക്കെ നമുക്ക് തോന്നുന്ന സമയമാണ്. എന്താണ് ലൈഫ് സെറ്റിൽ ആവുന്ന സംഭവം എന്ന് അറിയില്ല. അപ്പൊ ഇവിടുത്തെ ഈ പെർഫോമൻസിൽ ഇഷ്ടപ്പെട്ട കുറെ ടീച്ചേഴ്സ് എനിക്ക് വേറെ റെഫറൻസ് തന്നു. അപ്പുറത്ത് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അവിടെ വിളി ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെ അങ്ങനെ കുറെ ഭയങ്കരമായിട്ട് എൻഗേജ്, ഭയങ്കര ബിസിയായി. എല്ലാ ദിവസവും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ട്യൂഷൻ എടുക്കാൻ തുടങ്ങി. കുറെ സംഭവം. അങ്ങനെ കുറച്ചു കാലം പോണ സമയത്ത് അന്ന് എനിക്കൊരു ആക്സിഡന്റ് പറ്റി. ഒരു ഭീകര ആക്സിഡന്റ് ഒന്നുമല്ല, ബൈക്ക് ഓടിച്ച് പോകുന്ന സമയത്ത് ഒരു കുട്ടി ഓടി വന്നതാണ്. അങ്ങനെ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഒക്കെ ഇട്ട സമയത്ത് അതിന്റെ ഹാൻഡിൽ ബാർ ഒന്ന് കണ്ടിലിടിച്ചു. അപ്പോ കുറച്ച് ദിവസം, ഒരു ഏകദേശം ഒരു മാസത്തോളം റെസ്റ്റ് എടുക്കേണ്ടി വന്നു. ആ റെസ്റ്റ് എടുക്കേണ്ടി വരുന്ന സമയത്ത് നമ്മള് ക്ലാസ് എടുക്കാൻ നമ്മൾ പോകുന്നില്ലാണ്ടെങ്കിൽ കുട്ടികളോട് പറയാൻ പറ്റില്ലല്ലോ, നിങ്ങളുടെ മാഷിന് സുഖമില്ലാത്തതുകൊണ്ട് വരാൻ പറ്റില്ല, അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ദിവസം ക്ലാസ് ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ പകരം അവർ വേറെ ഓൾട്ടർനേറ്റീവ് ആൾക്കാരെയൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ക്ലാസ് ഒക്കെ അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടുപോയി. ഒരു മാസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുന്ന സമയമാകുമ്പോഴേക്കും ഞാൻ ഏകദേശം പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം വേറെ ആളുകളായി. അപ്പൊ ഞാൻ അങ്ങനെ നിരാശനായിട്ടിരിക്കുന്ന സമയത്ത് ആ കോളേജിന്റെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രിൻസിപ്പൾ എന്നോട് പറഞ്ഞു, സുരേഷ് ഇതൊരു നല്ല കാര്യമാണെന്ന് വെച്ചാൽ വളരെ പോസിറ്റീവായിട്ട് എടുക്കാൻ ശ്രമിക്കും. ഇത് അല്ലാന്നുണ്ടെങ്കിൽ നീ ഇവിടെ, നിനക്ക് ചെറിയ പ്രായമാണ്, നീ ഇവിടെ തുടങ്ങി, നീ ഇവിടെ ഹാപ്പിയാണ്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇത് ഇതല്ല നിന്റെ തട്ടകം. നിനക്ക് ഇതിനേക്കാൾ ഒരുപാട് പ്രതിഭയുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്.
അപ്പൊ ഇവിടെ വെച്ച് നിന്റെ ജീവിതം മുരടിച്ചു പോകാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് നീ പുതിയ മേച്ചിൽപ്പുറങ്ങൾ നേടണം. നിന്നെ കൊണ്ട് ഒരുപാട് ചെയ്യാൻ കഴിയും, ഒരുപാട് സാധ്യതകൾ നിന്റെ ലൈഫിലുണ്ട്. അപ്പൊ അതെല്ലാം എക്സ്പ്ലോർ ചെയ്യണം. അത് എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് നിനക്ക് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് നീ പോവുകയാണ് നല്ലത്. അപ്പൊ അപ്പൊ ഞാനിങ്ങനെ റിലാക്സ് ആയിരിക്കുന്ന സമയത്ത് പുള്ളി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇനി ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും സെറ്റ് ആയിട്ടില്ല, നിനക്ക് ഇവിടെ വേക്കൻസി ഉണ്ട്. ഇപ്പൊ നമ്മൾ അതൊരു മാർച്ചിലും കണ്ടായിരുന്നു, അല്ല ഫെബ്രുവരിയിലായിരുന്നു. ഈ ഒരു മാർച്ച് കഴിയുകയാണെങ്കിൽ വീണ്ടും അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്ത് നിനക്ക് വീണ്ടും വരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഈ സമയത്ത് എന്റെ വേറെ സുഹൃത്ത് ഒരു പത്മേഷ് ഉണ്ട്. പത്മേഷ് വന്നിട്ട് പറഞ്ഞു, എടാ ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസി ഉണ്ട് വയനാട്ടില്. അപ്പൊ അതൊരു നിനക്കൊരു ഗോൾഡൻ ചാൻസ് ആയിരിക്കും. നീ നിന്റെ ഫോട്ടോഗ്രാഫി സ്കില്ലെല്ലാം ശരിക്കും യൂസ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. കേരളത്തിന്റെ സ്വിറ്റ്സർലൻഡ് ആണല്ലോ വയനാട്. ഞാനും വേറെ ഒന്നും ആലോചിച്ചില്ല, ചാടി വിടൂ, മാർക്കറ്റിങ്ങിന് ജോയിൻ ചെയ്തു. അപ്പൊ അവർ നോക്കുന്ന സമയത്ത് നമ്മള് എന്തുമാത്രം സ്മാർട്ട് ആണെന്നൊക്കെ നോക്കുള്ളൂ. ഇപ്പൊ ഞാനാണെങ്കിൽ അതിൽ വായാടിയാണ്, ഭയങ്കര ആക്റ്റീവ് ആണ്, പ്രോ ആക്റ്റീവ് ആണ്. അപ്പൊ അവർ നോക്കുന്ന സമയത്ത് കൊള്ളാം, എടുക്കാൻ പയ്യൻ, ഇവനെ പറഞ്ഞയക്കുകയാണെങ്കിൽ റിസൾട്ട് ഒക്കെ ഉണ്ടാവും എന്ന രീതിയിൽ അവരെന്നെ ജോലിക്കെടുത്തു. അപ്പോ എന്താ പറയാ, ഞാനിങ്ങനെ വയനാട്ടില് മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ആ പോകുന്ന സമയത്ത് കുറെ സ്ഥലങ്ങൾ കണ്ടു. അന്ന് ബൈക്കും കൊണ്ട് പോകാനാണ് ഞാൻ പ്രിഫർ ചെയ്തത്. അങ്ങനെ വയനാട്ടിന്റെ എല്ലാ ഊടുവഴികളും, ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും, എന്താ പറയാ, സൂചിപ്പാറ, മീൻമുട്ടി, കുറുവാദ്വീപ്, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും, ചെമ്പ്ര പീക്ക് എല്ലാം ഞാൻ കവർ ചെയ്തു. എല്ലാ സ്ഥലങ്ങളിലും പോയി. പക്ഷെ പോകുന്ന സമയത്തൊക്കെ നോക്കിയിട്ട് എന്തൊക്കെ അവിടെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്, എന്തൊക്കെ ഫോട്ടോ എടുക്കാം എന്നൊക്കെ നോക്കി വെച്ചിട്ട് പിന്നെ ഒന്ന് ഫോട്ടോ എടുക്കുന്ന പ്ലാനൊക്കെ ആയിരുന്നു. അതിന്റെ ഇടയിൽ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് എനിക്ക് സമയമില്ല. ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ ആ വഴി ഒന്ന് ജസ്റ്റ് ഒന്ന് കയറുന്നു അല്ലാണ്ട് എനിക്ക് അവിടെ ഫോട്ടോ എടുക്കാനൊന്നും സമയമൊന്നും കിട്ടുന്നില്ല. ഏകദേശം കുറച്ചു കാലം വർക്ക് ചെയ്ത സമയത്ത് എനിക്ക് ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയില്ലെന്നാണ് സത്യം. പക്ഷെ അപ്പോഴേക്കും ജീവിതത്തിന്റെ ഗതി മാറി. ഞാൻ അങ്ങനെ മെല്ലെ ഈ ഒരു ഫോട്ടോഗ്രാഫി എന്നുള്ളത് മാർക്കറ്റിംഗിലേക്ക് തിരിഞ്ഞു. പിന്നെ അടുത്ത പരിപാടി മാർക്കറ്റിംഗ് ആണ്. ഈ മാർക്കറ്റിംഗ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കൊള്ളാവുന്ന ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണ് എന്നൊരു സംഭവമായി. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത റിസൾട്ട് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. മോശമില്ലാത്ത ഒരു ഇൻസെന്റീവ്സ് കിട്ടാൻ തുടങ്ങി. അപ്പൊ എന്റെ ലൈഫിൽ നേരെ മുന്നോട്ടുള്ള ഗ്രോത്ത് ആണ്. ആദ്യം ഈ ഒരു ട്യൂഷൻ സെന്ററിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നതിനേക്കാളും കൂടുതൽ ഇവിടെ കിട്ടാൻ തുടങ്ങി. ഇതിന്റെ ഇടയിൽ വിട്ടുപോയ സംഭവമുണ്ട്. ഈ ഒരു ട്യൂഷൻ സെന്ററിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഞാനൊരു ഈവനിങ് ഡേ ഉണ്ടായിരുന്നു നാട്ടില്, പ്രഹേളിക എന്ന് പറയും. ഈ പ്രഹേളിക എന്ന് പറഞ്ഞ പത്രത്തിൽ ഞാൻ ജോയിൻ ചെയ്യാണ് അന്ന്, ഫോട്ടോഗ്രാഫർക്കും റിപ്പോർട്ടറായിട്ട്. അപ്പൊ അതും വലിയൊരു അനുഭവങ്ങളുടെ ഒരു കൂമ്പാരമാണ്. പത്രസമ്മേളനമൊക്കെ നടക്കുന്ന സമയത്ത് നമ്മളുടെ ഇവിടെ മഹാരഥന്മാരായ ഒരു പത്രപ്രവർത്തകരൊക്കെ ഉണ്ട്. ബേബിയേട്ടൻ എന്ന് വിളിക്കുന്നത്, പത്മനാഭൻ എന്ന പേരുള്ള, മാതൃഭൂമിയുടെ. അദ്ദേഹം ഇത്തിരി പ്രായമുണ്ട്, ഗംഭീരനാണ്. രാഘവ മാഷുണ്ട്, ഇതേപോലെ റജിയേട്ടൻ, അങ്ങനെ കുറെ പത്രപ്രവർത്തകരുടെ ഇടയിൽ ഞാൻ മാത്രം ഒരു കുട്ടി പയ്യനാണ്. ഒരു പ്രസ് മീറ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ അവരെല്ലാരും ആ ഒരു, എന്താ പറയാ, തേജസ്സോടെ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കുട്ടിയാണ്. എനിക്ക് 18 വയസ്സ് പ്രായമുള്ളൂ, 18 വയസ്സ് പ്രായമുള്ളൂ. ഞാൻ അങ്ങനെ ഒരു ബ്ലാക്ക് ജീൻസും വെട്ടി തിളങ്ങുന്ന ഓറഞ്ച് ടീഷർട്ട് ഒക്കെ ഇട്ടിട്ട്, അല്ലെങ്കിൽ ബ്ലൂ ജീൻസ് ഒക്കെ ടീഷർട്ട് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ നടക്കുമായിരുന്നു. മുടിയൊക്കെ നീട്ടി വളർത്തി ക്ലീൻ ഷേവ് ഒക്കെ ചെയ്തിട്ട്, അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു. അപ്പോ എന്നെ കാണുന്ന സമയത്ത് ഇവർക്കെല്ലാം ഭയങ്കര വാത്സല്യമാണ്. ഞാൻ പറയുന്ന മണ്ടത്തരങ്ങളും കുറുമ്പുകളും എല്ലാം ഒരു വളരെയധികം, എന്താ പറയാ, സ്നേഹത്തോടെ അത് ക്ഷമിച്ച് ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോ ഇതിന്റെ ഇടയിൽ ഇപ്പോ ഈ സമയത്തിനുള്ളിൽ കുറച്ചു കാലം അധ്യാപകനായിട്ടും കുറച്ചു കാലം പത്രപ്രവർത്തകനായിട്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മാർക്കറ്റിംഗ് എന്നുള്ള സംഭവം. പിന്നെ മാർക്കറ്റിംഗ് മാത്രമായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാർക്കറ്റിംഗ് മാത്രമായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ഒരു ഫ്രണ്ടിന്റെ, അയാൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയിലേക്ക് ഒരാളെ ആവശ്യമുണ്ട്. അപ്പൊ അയാളന്ന് ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ട്രിവാൻഡ്രത്തേക്ക് പകരം ഒരു എക്സിക്യൂട്ടീവിനെ അറേഞ്ച് ചെയ്യണമെങ്കിൽ മാത്രമേ അവർ നാട്ടിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പൊ എന്നോട് അതിന്റെ ഗുണഗണങ്ങളെ പറ്റി കുറെ പറഞ്ഞു. അവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഒരുപാട് അവസരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നീ ഒരു സിനിമോട്ടോഗ്രാഫർ ഒക്കെ അല്ലേ, നിനക്ക് എന്താ പറയാ, കൂടുതൽ അവസരങ്ങൾ ട്രിവാൻഡ്രം പോലത്തെ സിറ്റിയിലാണ്, ഇടയ്ക്കിടയ്ക്ക് സിനിമയുടെ ഷൂട്ടിംഗ് ഉണ്ടാവണതാണ്. അപ്പൊ നിനക്ക് ഒരുപാട് കാര്യങ്ങളോട് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും ആലോചിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല, അത് ഒരു പരീക്ഷണത്തിൽ തെറ്റൊന്നുമില്ല. അങ്ങനെ ഞാൻ ആ കമ്പനിയിലേക്ക് മാറി. അങ്ങനെ പുതിയ കമ്പനി അവിടെ ആ, ചെന്ന സമയത്ത് എന്നോട് പറഞ്ഞത്, നീ ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യണ്ട, ഓൾ കേരള ചെയ്തോളൂ. അപ്പോ അതിനുള്ള പൊട്ടൻഷ്യൽ നിനക്കുണ്ട്. അപ്പോ എന്താ പറയാ, ഒരു ദിവസം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം, എന്നിട്ട് അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങളെല്ലാം കവർ ചെയ്തിട്ട് വീണ്ടും നമുക്ക് റെസ്റ്റ് എടുക്കാം. അപ്പൊ മാസത്തിലൊരു 2 3 തവണ മാക്സിമം പോകേണ്ട ആവശ്യമുള്ളൂ. അപ്പോ അതെനിക്ക് ഒരു കൊള്ളാവുന്ന സംഭവമായിട്ട് എനിക്ക് തോന്നി. അതായത് യാത്രയാണല്ലോ കൂടുതൽ. യാത്ര എനിക്ക് പണ്ടും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ബാക്കിയുള്ള ആളുകളൊക്കെ പ്രിഫർ ചെയ്യും ഒന്നെങ്കിൽ ട്രെയിനിന് പോകാം അല്ലെങ്കിൽ ബസ്സിന് പോകുന്നൊക്കെ ആലോചിക്കുന്നുണ്ടാവുക. ഞാനന്ന് ആലോചിച്ചത് ബൈക്കിന് പോകാനാണ്. കേരളത്തില് കാസർഗോഡ് ജില്ലയിൽ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഞാൻ ബൈക്ക് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളും ബൈക്ക് ഓടിച്ചു പോയിട്ടുണ്ട്.
അപ്പൊ സാവധാനം നമ്മുടെ ഇഷ്ടം പോലെ സൗകര്യത്തിനനുസരിച്ച് സാവധാനം ബൈക്ക് ഓടിച്ച് പോയാൽ മതി. എത്തുന്നിടത്ത് റൂമെടുത്ത് താമസിക്കാം. അങ്ങനെ നല്ല ഭംഗിയായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. അപ്പോ ഒരു തവണ നമ്മുടെ ഈ ഒരു ബിസിനസ് ട്രിപ്പ് കഴിഞ്ഞ് വരികയാണെങ്കിൽ ഏകദേശം 2 ആഴ്ചയോളം സമയം ഇഷ്ടംപോലെ ബാക്കിയുണ്ട്. ഈ സമയത്ത് പ്രത്യേകിച്ച് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസൈൻമെന്റ്സ് ഏറ്റെടുക്കാം, അതല്ലെങ്കിൽ റിലാക്സ് ചെയ്യാം. പക്ഷെ അന്ന് അതിന്റെ ആവശ്യം എനിക്ക് ഉണ്ടായില്ല. കാരണം 2003-2004 കാലഘട്ടമൊക്കെ ആകുമ്പോ അന്ന് ആഹ് 10,000 രൂപ എന്നൊക്കെ പറയുന്ന സമയത്ത് വലിയ സംഖ്യയാണ്. അന്ന് എനിക്ക് 10-15,000 രൂപ എനിക്ക് കിട്ടുന്നുണ്ട്. ഒരു പവൻ സ്വർണ്ണത്തിന് 4,000 രൂപ എങ്ങാണ്ട് വിലയുള്ള സമയമാണ്. അന്നാണ് വലിയ പ്രായമില്ലാത്ത കുട്ടിയായിട്ടുള്ള എനിക്ക്, കുട്ടി എന്ന് പറയാൻ വയ്യ, 10-22 വയസ്സൊക്കെ ആയി, ഇത്രയും വലിയ സംഖ്യ കിട്ടുന്നത്. അതോടുകൂടി ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞു വരികയാണെങ്കിൽ, ആ ബിസിനസ് ട്രിപ്പ് കഴിഞ്ഞു വരികയാണെങ്കിൽ ബാക്കിയുള്ള സമയം നാട്ടിൽ ഇങ്ങനെ പുസ്തക വായനയും പാട്ടും ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്നത്തെ ഒരു ഏറ്റവും നല്ല ഭംഗിയുള്ള ഒരു സംഭവം എന്ന് പറയുകയാണെങ്കിൽ ഒരു ദിവസവും എല്ലാ ദിവസവും പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. ഒരു ദിവസം 300 പേജുള്ള പുസ്തകമൊക്കെ ഒറ്റയിരുപ്പിന് വായിച്ചു തീർക്കുകയും ചെയ്യും. രാത്രി ഉറങ്ങാതെ പുസ്തകങ്ങൾ വായിക്കുന്ന ശീലം പണ്ടേ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയാ, അന്ന് അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നാട്ടിൽ എനിക്ക് അധിക കാലം നിൽക്കാൻ പറ്റിയിട്ടില്ല. +2 വരെ നവോദയയില്. അപ്പൊ 17 വയസ്സ് വരെ എനിക്ക് നാട്ടിൽ ആരെയും പരിചയമൊന്നുമില്ല. എന്റെ വീട് കഴിഞ്ഞാൽ, തൊട്ടപ്പുറത്ത് വീട് കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തുള്ള ആളുകളും എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. അതായത് അവിടെയുള്ള കുട്ടികളെയൊന്നും എനിക്കറിയില്ല. കണ്ടാ അറിയും, ആളെ കണ്ടാ അറിയുന്നല്ലാണ്ട് പേര് പോലും അറിയില്ല. അങ്ങനത്തെ അവസ്ഥയായിരുന്നു. പിന്നെ വെക്കേഷൻസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് നവോദയൻ കാലഘട്ടം കഴിഞ്ഞ് നാട്ടിലെത്തിയ സമയത്തും പിന്നെ ജോലിയും അല്ലെങ്കിൽ പഠനമൊക്കെ ആയിട്ട് ട്രിവാൻഡ്രത്തും ഒക്കെ ആയിരുന്നല്ലോ. അപ്പൊ ഈ ഒരു സമയം ഞാൻ നാട്ടിൽ കൂടുതൽ സൗഹൃദങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. നാട്ടിലെ എല്ലാവരോടും സൗഹൃദം, അങ്ങനെ കുറെ സുഹൃത്തുക്കളൊക്കെ ആയി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ അതിനിടയില് എന്താ പറയാ, ആഹ് കുറച്ചു പേര് അമ്മയോട് ഒന്ന് പറഞ്ഞു, അത് സുരേഷും ശ്രദ്ധിക്കണം, അവന്റെ കൂട്ടുകെട്ട് നല്ലതല്ല എന്നുള്ളതൊക്കെ. അപ്പൊ എനിക്കും തോന്നി തുടങ്ങി, അമ്മയുടെ ക്ലാസ്മേറ്റ്സ് ഒക്കെ ആയിട്ടുള്ള എന്നെ വളരെ സ്നേഹത്തോടെ കാണുന്ന ആളുകളൊക്കെ എന്നെ കാണുന്ന സമയത്ത് ഒന്ന് ശരിയല്ല കേട്ടോ എന്നൊരു ഭാവത്തിൽ നോക്കുന്നൊക്കെ ഉണ്ട്. അപ്പോ എനിക്ക് കാര്യമൊന്നും മനസ്സിലായില്ല. എന്താ പറയാ, പ്രത്യേകിച്ച് ഒരു ദുസ്വഭാവമില്ലാത്ത കുട്ടിയായിരുന്നു ആ സമയത്ത്. പിന്നെ എനിക്ക് മനസ്സിലായത്, കാരണം നാട്ടിൽ അന്ന് കുറെ ഉത്സവങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാ ഉത്സവങ്ങൾക്കും കുറെ ഘോഷയാത്രയൊക്കെ ഉണ്ടാവും. എന്റെ സുഹൃത്തുക്കളിൽ പലരും അതിന്റെ കൂട്ടത്തിൽ കള്ളം കുടിച്ച് ഡാൻസ് ഒക്കെ ചെയ്തിട്ട് ബഹളം വെക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോ അവരുടെ കൂടെ എന്നെ കാണുന്ന സമയത്ത് അവരുടെ ഒരു കാഴ്ചപ്പാട്, അവരുടെയൊക്കെ സുഹൃത്തല്ലേ, അവർ ഒട്ടും മോശമാവില്ല എന്നൊരു കാഴ്ചപ്പാടാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തില് ട്രെയിനർമാരെല്ലാം സ്ഥിരമായിട്ട് കാണിക്കുന്ന ഒരു സംഭവമുണ്ട്. ബി എന്നാണോ 13 എന്നാണോ എന്ന് മനസ്സിലാവാത്ത രീതിയിൽ ബോർഡിൽ ഒരു സംഭവം എഴുതും. എന്നിട്ട് ഇത് എന്താണെന്ന് ചോദിക്കും. അപ്പോ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ പറയും അത് ബി ആണ് എന്ന് പറയുകയാണെങ്കിൽ അതിന് മുമ്പിൽ ഒരു 12, അതിന് ശേഷം ഒരു 14 എഴുതും. എന്നിട്ട് കണ്ടില്ലേ, ഇത് ബി അല്ല 13 ആണ്. 12, 13, 14. അതേസമയം 13 എന്നാണ് പറയണമെങ്കിൽ മുമ്പിൽ ഒരു എയും എഴുതും, ബാക്കിൽ ഒരു സി എഴുതും. കണ്ടില്ലേ, അപ്പോ ഇത് ABC 13 അല്ല. ചിലപ്പോ കണ്ടിട്ടുണ്ടായിരിക്കും അത്. അപ്പൊ ഇതില് നിങ്ങൾ എന്താണ് എന്ന് ആളുകൾ വിലയിരുത്തുന്നത് നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ വെച്ചിട്ടാണ് എന്നൊരു സംഭവമുണ്ട്. അത് ഇതേപോലെ തന്നെ പലരും പല രീതിയിൽ വ്യാഖ്യാനിച്ച് പറഞ്ഞ സംഭവങ്ങളുണ്ട്. നിങ്ങളുടെ ഒരു 5 സുഹൃത്തുക്കളുടെ പേര് പറയൂ, നിങ്ങളെ പറ്റി ഞാൻ പറയാം എന്ന് പറയാറുണ്ട്. നിങ്ങളുടെ പൊട്ടൻഷ്യാലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ ഇമേജ്, നിങ്ങളുടെ വരുമാനം, നിങ്ങളുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ 5 സുഹൃത്തുക്കളുടെ ആവറേജ് ആയിരിക്കും. ഒരു സുഹൃത്ത്, നമ്മുടെ സുഹൃത്തുക്കൾ 5 പേരിൽ നമ്മളൊരു 4 പേര് വിചാരിക്കാം. അതിൽ ക്യാരക്ടറിന് മാർക്ക് ഇടുകയാണെങ്കിൽ ഒന്നാമത്തെ ആള് തല്ലിപ്പൊളിയുടെ, അയാൾക്ക് 10-ൽ 2 മാർക്ക് കൊടുക്കാം. രണ്ടാമത്തെ ആളും 10-ൽ 2 മാർക്ക് കൊടുക്കാം. മൂന്നാമത്തെ ആൾക്ക് 3 മാർക്ക് കൊടുക്കാം. അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ അതിന്റെ ടോട്ടൽ വരുന്ന സമയത്ത് ചെറിയ സംഖ്യയാണ്. അതിന്റെ ആവറേജ് ആയിരിക്കും നമ്മുടെ പോയിന്റ് വരിക. ഇതേസമയം ഇവരെല്ലാവരും എന്താ പറയാ, സോഷ്യൽ ലൈഫിൽ, അതായത് സൊസൈറ്റിയിൽ നല്ലൊരു ഇമേജ് ഉള്ള ആളുകൾ, നല്ല വരുമാനം ഉണ്ടാക്കുന്ന ആളുകൾ, നല്ല ജോലിക്ക് പോകുന്ന ആൾക്കാർ, അങ്ങനെയാണെങ്കിൽ അവരുടെ ആ ഒരു ടോട്ടലിന്റെ ആവറേജ് എന്ന് പറയുന്ന സമയത്ത് അപ്പോഴും നമ്മൾ കുറെ കൂടെ മേളിലായിരിക്കും. അപ്പോ നമ്മളുടെ കൂടെ ഉള്ളത് എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ ആരായിരിക്കും എന്നൊരു വലിയ പാഠമാണ് എനിക്കത് കിട്ടിയത്. അതായത് ഈ ഒരു അനുഭവമുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ജീവിതം വീണ്ടും മുന്നോട്ട് പോവാണ്. ആ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് മാർക്കറ്റിങ്ങില് വലിയ കുഴപ്പമില്ലാത്തൊരു ആഹ് ഒരു ഫീൽഡായിരുന്നു പറഞ്ഞല്ലോ. ആ സമയത്ത് ഒരു അഡ്വർടൈസിങ് കമ്പനിയിലേക്ക് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ട് എന്നെ വിളിച്ചു. അപ്പോ അഡ്വർടൈസിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. ക്രിയേറ്റീവ് ഫീൽഡാണല്ലോ, ഡയറക്ഷനും സിനിമാറ്റോഗ്രാഫിയും സംഭവങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു പരിപാടിയാണ്. ഞാൻ അങ്ങനെ ഈ ഒരു ആ ജോലി വളരെ സന്തോഷത്തോടെ ഏറ്റെടുത്തു. അങ്ങനെ അവിടെയാണ് ജോയിൻ ചെയ്തത്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ രസകരമായ ഒരു അനുഭവമാണ്. എനിക്ക് ആ സമയത്ത് ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറെ ആളുകളെയൊക്കെ പരിചയപ്പെടാൻ പറ്റി. ആ സമയത്ത്
നോട്ട്ബുക്ക് എന്നുള്ള സിനിമ റിലീസായ സമയമാണ്. അപ്പോ നോട്ട്ബുക്ക് റിലീസായ സമയത്ത് അതില് ഡബ് ചെയ്യാൻ ഒരാൾ ആവശ്യമുണ്ട്. അപ്പൊ റോഷൻ ആൻഡ്രൂസിന്റെ ഒരു കസിൻ ഉണ്ട്, സ്വരൺ എന്ന് പറയും. അപ്പൊ ഇയാൾ എന്റെ സുഹൃത്തായിരുന്നു. എന്നെ വിളിച്ചു പറഞ്ഞു, അങ്ങനെ സുരേഷയുടെ ഒരു ഡബ് ചെയ്യേണ്ട കാര്യമുണ്ട്, ഒന്ന് വരണം എന്ന് പറഞ്ഞു. ഞാൻ ലാൽമീഡിയ പോകണം, ആദ്യമായിട്ട് ലാൽമീഡിയ പോണത് അങ്ങനെയാണ്. അവിടെ പോയ സമയത്ത് ഡബ് ചെയ്യാൻ പോകുമ്പോൾ അതിലെ സൂരജ് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് അതിലെ നായകനെ ഡബ് ചെയ്യാനാണ് എന്നെ വിളിച്ചത്. പോയി നോക്കിയപ്പോ എന്റെ ശബ്ദം പുള്ളിക്ക് ഒട്ടും മാച്ച് ആവുന്നില്ല. എന്റെ അന്നും കുറച്ച് മെച്ചുവേർഡ് വോയിസ് ആണ്, കുറച്ചും കൂടെ കനുണ്ട്, ഇത്തിരി ബാസൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്റെ ശബ്ദം പറ്റുന്നില്ല. അപ്പൊ അവിടെ എന്താ പറയാ, സഞ്ജയ് ബോബിയിലെ ബോബി ചേട്ടൻ അവിടെ ഉണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞു പോണ്ട, നമുക്ക് വേറെ കുറച്ച് ഡബ് ചെയ്യാം. അങ്ങനെ ആ പടത്തില് ആർക്കൊക്കെയോ ഒരു കോളേജ് പ്രിൻസിപ്പളിന്, അങ്ങനെ കുറച്ച് പ്രിൻസിപ്പൾ അല്ല, കുറച്ച് പ്രൊഫസർമാർക്ക് അങ്ങനെയൊക്കെ ഡബ് ചെയ്തിട്ട് ഞാൻ അതിൽ തൃപ്തിയായി പോകുന്നു. അപ്പൊ ആ സമയത്ത് എനിക്ക് അങ്ങനെ കുറെ സൗഹൃദങ്ങളുണ്ടായി, കുറെ ആളുകൾ പരിചയപ്പെടാൻ പറ്റി. ഈ കുറെ ആളുകളെ പരിചയപ്പെടുന്ന സമയത്ത് ഒരു പീപ്പിൾ പ്ലീസർ ആയിരുന്നു ഞാൻ. ഒരാളോടും നോ പറയാൻ സാധിക്കില്ലായിരുന്നു. ആരൊക്കെ തന്നെ വന്ന് എന്ത് ചോദിക്കുകയാണെങ്കിലും നോ എന്ന് പറയാൻ എനിക്ക് പറ്റില്ലായിരുന്നു. അപ്പോ എന്താ പറയാ, അങ്ങനെ കുറെ കാലം അങ്ങനെ പോയി. അത് കഴിഞ്ഞ് ചെറിയ തോതിൽ ആഡ് ഫിലിംസ് ഒക്കെ ചെയ്തു തുടങ്ങി അവിടെ. അപ്പൊ എന്റെ കമ്പനി അവിടുന്ന് എന്താ പറയാ, അവരുടെ ആ ഒരു വർക്ക്, ആ ഒരു മോഡസ് ഓപ്പറാൻഡി ഒക്കെ മാറ്റി വേറെ രീതിയിലേക്ക് പോയി. അതായത് ഒരു അഡ്വർടൈസിംഗ് എന്നുള്ളത് മാറിയിട്ട് ഒരു സ്റ്റുഡിയോ എന്ന രീതിയിലേക്ക് മാറിയ സമയത്ത് ഞാൻ അവിടുന്ന് മതിയാക്കി നാട്ടിലേക്ക് വന്നു. അങ്ങനെ വീണ്ടും തിരൂരിലെത്തി. തിരൂരിലെത്തിയ സമയത്ത് കുറെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തിരൂരിലാണ്. എറണാകുളത്തെ ജീവിതം കുറെ അധികം ഉണ്ടായിരുന്നു കേട്ടോ, കുറെ കാലം അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് വൈറ്റില ജംഗ്ഷൻ ഒന്നും ഇപ്പൊ ഈ കാണുന്ന രീതിയൊന്നും ആയിട്ടില്ല. ഇന്ന് വല്ലപ്പോഴും രാത്രിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ 12 മണി കഴിയുകയാണെങ്കിൽ വണ്ടികളൊന്നും ഒരുപാടില്ല. ഇതൊക്കെ ഈ ഒരു ടൗണിന്റെ ഒക്കെ മാറ്റങ്ങൾ, ഈ ഒരു ഡെവലപ്മെന്റ് ഒക്കെ വളരെ പെട്ടെന്ന് സംഭവിച്ചാണ്. ഇപ്പൊ കാണുന്ന അത്രയും ബിൽഡിങ്സ് ഒന്നും ഇല്ല. അങ്ങനെ തിരൂർ തിരിച്ചെത്തിയതിനു ശേഷം ഇവിടെ ഒരു ഞാനൊരു അഡ്വർടൈസിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തു. എന്റെ സുഹൃത്ത് ഒരു ഷറഫുദ്ദീൻ ഉണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചൊരു അഡ്വർടൈസിംഗ് കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നിന്നിട്ട് ആ കുറച്ച് സമയം കൊണ്ട് ഞാനിവിടെ എന്താ പറയാ ഒരു 4 നാഷണൽ ആഡൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ലോക്കൽ ആഡ്സ് കുറെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ കാലം ഇവിടെ പോയി. ഈ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഈ ജീവിതത്തിലെ മൊത്തം അനുഭവങ്ങളാണ്, കുറെ ആളുകൾ പരിചയപ്പെടാൻ പറ്റുന്നു. അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ എനിക്ക് സിനിമ ചെയ്യാനൊരു ഓഫർ വന്നത്. അപ്പോൾ ഡയറക്ഷൻ ആണല്ലോ മേഖല ആ സമയമ്പോഴേക്കും. അതായത് ഈ മാർക്കറ്റിംഗ് കഴിഞ്ഞ് ഈ അഡ്വർടൈസിംഗിലേക്ക് പോയി കഴിഞ്ഞ സമയത്ത് അത് പറയാൻ വിട്ടുപോയി. ഈ അഡ്വർടൈസിംഗ് കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ട് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് ജോയിൻ ചെയ്തെങ്കിലും പിന്നെ മെല്ലെ അവിടെ ക്രിയേറ്റീവ് ഫീൽഡിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുള്ള കുറച്ച് ഷോർട്ട് ഫിലിം, ആഡ് ഫിലിംസിന് വേണ്ട കുറച്ച് കൺസെപ്റ്റ് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തപ്പോഴേക്കും പിന്നെ ഞാനൊരു ക്രിയേറ്റീവ് പേഴ്സൺ ഒരു ഇമേജ് എനിക്ക് കിട്ടി കഴിഞ്ഞു. അപ്പോ കുറെ പേർക്ക് വേണ്ടിയിട്ട് കൺസെപ്റ്റ് ഉണ്ടാക്കി കൊടുക്കാനുള്ളൊരു പണിയൊക്കെ ഞാൻ ഏറ്റെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നാട്ടിൽ വന്നിട്ട് ഈ അഡ്വർടൈസിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് വളരെ ഉപകാരമായി. ഞങ്ങൾ അങ്ങനെ കുറച്ച് ആഡൊക്കെ ചെയ്തു. ഈ ആഡൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ഒരു സുഹൃത്ത്, ഒരു റിയാസ് ഉണ്ട്, റിയാസ് കെ യൂസഫ്. പുള്ളിക്കാരൻ പരിചയപ്പെടുത്തി നമ്മുടെ രവീന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ പണ്ടത്തെ ഡാൻസറൊക്കെയാണ്, ചുരുണ്ട മുടിയൊക്കെ ഉള്ള പണ്ടത്തെ ഒരു കിടിലൻ ഡാൻസറൊക്കെ ആയിരുന്നു. ഇപ്പോ ഇടുക്കി ഗോൾഡ് എന്ന സിനിമയിൽ വീണ്ടും രംഗപ്രവേശം ചെയ്യുകയുണ്ടായി. അപ്പൊ അദ്ദേഹത്തിന് ഒരു ഏലിയാസ് ഫിലിം ഫൗണ്ടേഷൻ എന്ന പേരിലൊരു ഫിലിം സൊസൈറ്റി ഉണ്ട്. അപ്പൊ അവര് ഫിലിം ഫെസ്റ്റിവലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ഞാനപ്പോ അതിന്റെ കൂടെ ജോയിൻ ചെയ്തു. അങ്ങനെ ലളിതകല അക്കാദമിക്ക് വേണ്ടിയിട്ടും കേരള സാംസ്കാരിക വകുപ്പിന് വേണ്ടിയിട്ടൊക്കെ കുറെ ഷോർട്ട് ഫിലിം ആക്കി കുറെ ഫിലിം ഫെസ്റ്റിവലൊക്കെ ചെയ്തു. ആ ഫിലിം ഫെസ്റ്റിവലൊക്കെ ഭാഗമാകാൻ പറ്റി. അതിന്റെ ക്യൂറേറ്റർ ആയിട്ടും അതിനൊക്കെ എന്താ പറയാ, അങ്ങനെ കുറെ വലിയ ഉത്തരവാദിത്തമുള്ള കുറെ സംഭവങ്ങൾ എനിക്ക് കിട്ടി. ആ സമയത്തും ഇതേപോലെ കുറെ സൗഹൃദങ്ങൾ ഉണ്ടാവണം, അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ജീവിതത്തിൽ ഇങ്ങനെ കടന്നു പോയിട്ടുള്ള മേഖലകൾ കുറെ ആയി. മാർക്കറ്റിംഗ്, അഡ്വർടൈസിങ്, പിന്നെ ഫോട്ടോഗ്രാഫി, പിന്നെ എന്താ പറയാ അധ്യാപകൻ, പത്രപ്രവർത്തനം, അങ്ങനെ കുറെ സംഭവങ്ങൾ കടന്നു പോയിട്ട് അതെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്റെ കല്യാണം വരുന്നത്. ഇത് ഈ ഒരു അഡ്വർടൈസിംഗിന്റെ ഇടയിലാണ് ഒരു സിനിമയുടെ ഓഫർ വരുന്നത് പറഞ്ഞിട്ട് ആ സിനിമ വർക്കൗട്ട് ആയില്ല. ആ വർക്കൗട്ട് ആവാതിരിക്കുന്ന സമയമ്പോഴേക്കും എന്റെ കയ്യിൽ നിന്ന് അത്യാവശ്യം മോശമുള്ള സംഖ്യ എന്റെ കയ്യിൽ നിന്ന് ചിലവായിട്ടുണ്ട്, എന്റെ എന്താ പറയാ ഓഡീഷൻ നടത്താനോ കൂടെ ആയിട്ട്. അപ്പൊ അങ്ങനെ കുറച്ച് സംഖ്യ എല്ലാം നഷ്ടത്തിൽ ആയിരിക്കുന്ന സമയത്താണ് കല്യാണമൊക്കെ ഉണ്ടാവുന്നത്. എന്റെ ഭാര്യയുടെ വീട് രാമനാട്ടുകരയാണ്, ഷിബിനി എന്നാണ് പേര്. പുള്ളിക്കാരി ഇപ്പോ ബോമിസിൽ ബിർള ഓപ്പൺ മൈൻഡ്സ് ഇന്റർനാഷണൽ സ്കൂളിൽ വർക്ക് ചെയ്യാണ്, ഹൈദരാബാദ്. അപ്പൊ ഭയങ്കര അംബീഷ്യസ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് പുള്ളിക്കാരി. എന്നേക്കാൾ മുമ്പ് JC ജോയിൻ ചെയ്ത പുള്ളിക്കാരിയായിരുന്നു. പുള്ളിക്കാരി ജോയിൻ ചെയ്തിട്ട് അവരെ പിക്ക് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനും പോയിട്ടാണ് ഞാൻ JC മെമ്പറൊക്കെ ആയിട്ടുള്ളത്. ഇതേപോലെ എപ്പോഴും എന്നെ വളരെയധികം ഇൻസ്പയർ ചെയ്ത് നിങ്ങളുടെ ഈ ഒരു എന്താ പറയാ ഈ വാചക കസർത്തും നിങ്ങളുടെ ലാംഗ്വേജും ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും എന്നെ ഭയങ്കര മോട്ടിവേറ്റ് ചെയ്യാറ്. അപ്പോ ഈ കല്യാണം എല്ലാം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മള് മുമ്പ് ഒരു കംഫർട്ട് സോൺ ബ്രേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഇരിക്കുന്ന സമയത്ത് എന്താ പറയാ അന്ന് ഒരു ഫിക്സഡ് വരുമാനം എന്ന സംഭവത്തിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. അതായത് ചില മാസങ്ങളിൽ ഗംഭീര വരുമാനം ഉണ്ടായിരിക്കും, ചില മാസങ്ങളിൽ കട്ടപ്പൊക്കെ ഇരിക്കും, അങ്ങനത്തെ അവസ്ഥയാണ്. അപ്പൊ എന്റെ സുഹൃത്ത് പറഞ്ഞു, നിനക്ക് ഫോട്ടോഗ്രാഫി നിനക്ക് അറിയുന്നതല്ലേ, വെഡിങ് ഫോട്ടോഗ്രാഫി ചെയ്യാനോ. വെഡിങ് ഫോട്ടോഗ്രാഫി ആകുമ്പോൾ വലിയ റിസ്ക് ഒന്നുമില്ല, രാവിലെ പോയി ഫോട്ടോ എടുക്കുക, വൈകുന്നേരം അത് ബുക്ക് ചെയ്ത് കൊടുക്കുക, നിനക്ക് മോശമില്ലാത്ത സംഖ്യ കൈ കിട്ടും ചെയ്യും.
അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് എന്റെ ക്യാമറ ഉണ്ട്, ലൈറ്റ്സ് ഉണ്ട്, എല്ലാ സംഭവങ്ങളുണ്ട്. ഇത് കൊള്ളാവുന്ന ഒരു ഐഡിയ ആണല്ലോ. അങ്ങനെ ഞാൻ കുറച്ച് വെഡിങ് ഫോട്ടോഗ്രാഫി ഇറങ്ങി. ഈ വെഡിങ് ഫോട്ടോഗ്രാഫി പറഞ്ഞ പോലത്തെ നല്ല സുഖമുള്ള ഏർപ്പാടാണ്. രാവിലെ ജോലിക്ക് പോകുന്നു, കുറെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നു, വൈകുന്നേരം പോകും. ഞാനത് ലൈഫ് മൊത്തം ഒരു ആഘോഷമാക്കി മാറ്റുന്ന ആളാണ്. എല്ലാ ആളുകളെയും പരിചയപ്പെടുന്നു, എല്ലാവരും സംസാരിക്കുന്നു, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ എനിക്കിതെല്ലാം ഭയങ്കര ഇഷ്ടമുള്ള സംഭവങ്ങളാണ്. അപ്പൊ അതിന്റെ ഒരു മനോഹാരിത എന്ന് പറയുകയാണെങ്കിൽ എല്ലാ ദിവസവും ജോലിക്ക് വേണ്ട. മാസത്തിലൊരു 4 5 ദിവസം പോവുകയാണെങ്കിൽ കിട്ടുന്ന സംഖ്യ കൊണ്ട് ഒരു മാസം സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. ബാക്കിയുള്ള ദിവസങ്ങൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വീണ്ടും ഫ്രീ ആണ്. അപ്പൊ അതിലങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതും ഈ പറഞ്ഞതുപോലെ എനിക്ക് മനസ്സിലായി ഇത് മറ്റൊരു കംഫർട്ട് സോൺ ആയി മാറി എന്നുള്ളത്. അപ്പൊ അന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ജീവിതം ഒരു ആഘോഷമാക്കി മാറ്റുന്ന ആളെന്ന് പറഞ്ഞില്ലേ. എവിടെയെങ്കിലും ചെണ്ടപ്പുറത്ത് കോല് വീഴുണ്ടെങ്കിൽ ഉടനെ അവിടെ എത്തും. അങ്ങനെയായിരുന്നു നാട്ടിലെ എല്ലാ പൂരത്തിനും എത്തുമായിരുന്നു. അത് ഞാനും എന്റെ സുഹൃത്തുക്കളും കൂടെ ഈ ഒരു എന്താ പറയാ ബൈക്കിന് അല്ലെങ്കിൽ കാറൊക്കെ എടുത്തിട്ട് ഞങ്ങളിങ്ങനെ പോകും. കാറ് കൊണ്ട് പോവുകയാണെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് മിക്കവാറും ഞങ്ങൾ ബൈക്കിന് തന്നെ പോകും. എത്ര ദൂരമാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. അങ്ങനെ കുറെ സ്ഥലങ്ങളില് പൂരമായിട്ടും അങ്ങനെ ഇങ്ങനെ ഗംഭീരമായിട്ടും ഒരുപാട് യാത്രകൾ. അന്നൊക്കെ ഇപ്പൊ കല്യാണത്തിന് മുമ്പ് പ്രത്യേകിച്ചും അമ്മയോട് പറയാ പലപ്പോഴും ഞാൻ ഇന്ന് ഉണ്ടാവില്ല, 2 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ എന്നൊക്കെ. ഈ യാത്ര തുടങ്ങി കഴിഞ്ഞ ശേഷം പറയണ്ടാവുക. അത് അങ്ങനെ ഒരുപാട് യാത്രകൾ അങ്ങനെ 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 നാട്ടിൽ അർമാദിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ അളിയനൊരു ഓഫർ പറയണത്. ആ, ഖത്തറിലെ പുള്ളിക്കാരൻ ഖത്തറിലാണ്, 13 വർഷം പുള്ളി ഖത്തറിലായിരുന്നു. അപ്പോ അവിടെ കുറച്ച് വേക്കൻസീസ് ഉണ്ട്, നിനക്കൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചു. അപ്പൊ ഞാനും ആലോചിച്ചു, ലൈഫിൽ ഒരിക്കലെങ്കിലും ഒരു പ്രവാസ ജീവിതം വേണം. അത് എന്നോട് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, ലൈഫിൽ നിന്ന് ഒരിക്കലെങ്കിലും പ്രവാസ ജീവിതം ഉണ്ടെങ്കിൽ അത് ജീവിതത്തിന് കുറെ പുതിയ ഡയമെൻഷൻസ് കാണിച്ചു തരുന്നത്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ആ ഒരു പുതിയ അവസരം ഒന്നും ആലോചിച്ച് ചാടി വീണു. ഞാൻ അങ്ങനെ ഖത്തറിലേക്ക് പോവാണ്. ഖത്തറിലേക്ക് പോണ സമയത്ത് എനിക്ക് ഒരുപാട് എക്സൈറ്റ്മെന്റ് ഉണ്ട്. നമ്മൾ ഈ അറബി കഥകളിലൊക്കെ കേൾക്കുന്ന സംഭവങ്ങളൊക്കെ അല്ലേ ഒരു ഖത്തറിന്റെ അനുഭവങ്ങൾ. അപ്പോ എന്താ പറയാ, എന്നോട് എനിക്കവിടെ ഒരു വേക്കൻസി വന്നത് ഒരു ഖത്തറിലെ ആ, ഒരു ആ, അൽ മൻസൂരി ഫാമിലിപ്പെട്ട ഒരു ഡോക്ടർ താരിഖ് അൽ മൻസൂരി ഉണ്ട്. പുള്ളിക്കാരനെയാണ് എനിക്ക് കാണുന്നത്. അപ്പൊ ഞാൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് കാണുന്നത്, ഇവിടുന്ന് ഒരു ജൂലൈയിലാണ് പോകുന്നത്. ജൂലൈ നല്ല മഴ പെയ്ത് ഏകദേശം ഈ സമയം തന്നെ നല്ല മഴയൊക്കെ ഉള്ള ഒരു ദിവസം രാവിലെ ഇറങ്ങി പോയിട്ട് ഞങ്ങളെ കാറ് പലപ്പോഴും നിർത്തി വെക്കേണ്ടതൊക്കെ ഉണ്ടായിരുന്നു മഴ കാരണം. അങ്ങനെയൊക്കെ പോയി ഇറങ്ങി ആ ഫ്ലൈറ്റിൽ കയറി 4 മണിക്കൂർ കഴിഞ്ഞ് ഖത്തറെത്തുന്ന സമയത്ത് മൊത്തം വരണ്ട അവസ്ഥയാണ്. പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു മൂടൽമഞ്ഞ് പോലെ, മൂടൽമഞ്ഞല്ല, ഒരു പൊടിക്കാറ്റുണ്ട്. വല്ലാത്തൊരു അവസ്ഥ. അത് എങ്ങനെയാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. ഈ സപ്തനാടികൾ തളർന്നു പോകുന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. എനിക്ക് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് എനിക്ക് ഇവിടെ ഇറങ്ങണ്ടെന്ന് വിളിച്ചു പറയാനൊക്കെ തോന്നി. കാരണം നമ്മളുടെ ഈ ഒരു ആ, മരങ്ങൾക്ക് കാണുന്ന ഒരു പച്ച, ആ ഒരു ഭംഗിയുള്ള പച്ചയൊന്നും അല്ല. അവിടെ ഒരു ഫ്യൂജി കളർ പച്ചയാണത്. ഒരു എന്താ പറയാ, ഒരു കാണാൻ ഒരു ക്ലാസിക് പച്ചയാണ്. പക്ഷെ അത് നമുക്ക് വല്ലാണ്ടൊരു സന്തോഷം തരുന്ന പച്ചയൊന്നുമല്ല. അവിടെ ഇറങ്ങുന്ന സമയത്ത് കാണുന്ന ബിൽഡിങ്സ് എല്ലാം ഈ ഒരു പെട്ടിയൊക്കെ അടുക്കി തീപ്പെട്ടി അടുക്കി വെച്ച പോലെ. അപ്പോ പ്രത്യേകിച്ച് ഒരു എക്സൈറ്റിംഗ് ആയിട്ട് ഒന്നും എനിക്കവിടെ കാണാൻ പറ്റില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ജോലിയൊക്കെ കിട്ടിയതിൽ മോശമില്ലാത്ത സാലറി ഒക്കെ ഉണ്ട്. ഈ ഒരു ഞങ്ങൾ അവിടെ ഒരു അഡ്വർടൈസിംഗ് സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തു. ഫോട്ടോഗ്രാഫി, അഡ്വർടൈസിങ്, ഗ്രാഫിക് ഡിസൈനിങ് എല്ലാം കൂടെ ആയിട്ട്. ഈ ഡോക്ടർ താരിഖ് അൽ മൻസൂരി അവിടെ ഖത്തറി ആർമിയിൽ ബ്രിഗേഡിയർ ജനറൽ ആണ് പുള്ളി. ബൈ പ്രൊഫഷൻ പുള്ളി ഡെന്റിസ്റ്റ് ആണ്. ബൈ പ്രൊഫഷൻ ബൈ എഡ്യൂക്കേഷൻ പുള്ളി ഡെന്റിസ്റ്റ് ആണ്. പക്ഷെ ഖത്തറി ആർമിയിലെ ബ്രിഗേഡിയർ ജനറൽ ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഒരു എന്താ പറയാ സഹവാസം ഭയങ്കര രസമായിരുന്നു. ഞാനത് ചെന്ന സമയത്ത് എന്റെ അളിയനോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ഈ ഒരു അറബികളുടെ വീട്ടിലൊന്ന് കയറാൻ വല്ല വഴി ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്നോട്, ഒന്നും സാധിക്കില്ല, അങ്ങനെ ചിന്തയെ വേണ്ട. മിക്കവാറും നീ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവിടെയുള്ള വേറെ ഏതെങ്കിലും നാഷണൽസിനോടായിരിക്കും. അതായത് വല്ല എന്താ പറയുക ഈജിപ്ഷ്യൻസ് അങ്ങനെയൊക്കെ ആയിരിക്കും നിന്റെ ബോസ് ഉണ്ടാവുക. അപ്പൊ അതിൽ കൂടുതൽ ഒരു കമ്മ്യൂണിക്കേഷൻ നിനക്ക് സാധ്യതയില്ല. ഈ ഒരു അറബിയുടെ വീട്ടിൽ കയറാന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ് എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ എന്താ പറയാ, ഈ ഡോക്ടർ താരിഖ് അൽ മൻസൂരിയുമായിട്ട് ഞങ്ങൾ നല്ല സൗഹൃദമായി. പുള്ളിയുടെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയി എനിക്ക് എല്ലാം കാണിച്ചു, വീട്ടിലെല്ലാം കാണിച്ചു തന്നു. അങ്ങനെ നല്ല സൗഹൃദമൊക്കെ തന്നെയാണ്. കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ആ ഒരു പ്രവാസം മതിയായി. കാരണം നാട്ടിൽ ഉണ്ടായിരുന്ന ആ ഒരു ഇതൊന്നുമല്ല. ഞാന് എന്റെ കമ്പനിയിൽ വേറെ മലയാളികളൊന്നുമില്ല. ഒരു മലയാളി ഉണ്ട്, പുള്ളി പക്ഷെ വേറെ ഡിവിഷനിലാണ്. അപ്പൊ കാണലൊക്കെ വളരെ അപൂർവമായിട്ടാണ്. പിന്നെ കൂടെയുള്ള ഒരേ ഒരു ഇന്ത്യക്കാരൻ, ഒരു രവി മേത്ത, പുള്ളി ഡൽഹിക്കാരനാണ്. പിന്നെ എന്താ പറയാ, ഇപ്പൊ ബാക്കി ആരും ഇന്ത്യക്കാരുടെ ആരുമില്ല. എനിക്ക് അധികം വൈകാതെ തന്നെ മടുത്തു. നാട്ടിലേക്ക് സുഹൃത്തുക്കളൊക്കെ വിളിക്കുന്ന സമയത്ത് ഒരുത്തൻ എന്നോട് പറഞ്ഞത്, എടാ നീ ഒന്നും വിചാരിക്കരുത്, നിങ്ങൾ ഈ പ്രവാസികൾക്ക് വിളിച്ചാൽ ഫോൺ വെക്കാൻ ഭയങ്കര മടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സമയവും സൗകര്യവും ഒന്നും നിങ്ങൾ ആലോചിക്കാറ് പോലും ഇല്ല. ചിലപ്പോൾ എന്തെങ്കിലും തിരക്കിലൊക്കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഫോൺ എടുക്കാത്തതൊക്കെ പറഞ്ഞു. എന്തായാലും കുറച്ച് കഴിയുന്ന സമയത്ത് എന്റെ പ്രവാസ ജീവിതമൊക്കെ മതിയാക്കി ഞാൻ നാട്ടിലേക്ക് തിരിച്ചെത്തി. നാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ട് വീണ്ടും ഈ അഡ്വർടൈസിങ്ങും സംഭവങ്ങളൊക്കെ ഇടാൻ പോയിക്കൊണ്ടിരിക്കുന്നു, ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോ കുറച്ചു കാലം അങ്ങനെ പോയി.
ഞാൻ പറഞ്ഞില്ലേ ഒരു പീപ്പിൾ പ്ലീസർ എന്ന് പറഞ്ഞില്ലേ, എല്ലാവരെയും സന്തോഷിപ്പിക്കാനും എല്ലാവർക്കും അങ്ങനെയായിരുന്നു എനിക്ക്. ഒരാളോട് നോ പറയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോ ഒരിക്കല് എന്താ പറയാ, എനിക്ക് മനസ്സിലായി പല കാര്യങ്ങളിലും എനിക്ക് നഷ്ടങ്ങൾ സംഭവിക്കുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എന്റെ പല ചില സുഹൃത്തുക്കളൊക്കെ എന്നെ വിളിച്ച് ചോദിക്കാറുള്ളത്, ആം, എടാ ഇപ്പോ ബാംഗ്ലൂരിലേക്ക് ട്രെയിൻ ഉണ്ടോ നോക്കൂ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ എന്റെ ഫോണിൽ ആപ്പൊക്കെ എടുത്തിട്ട് എറണാകുളത്ത് ബാംഗ്ലൂർക്ക് എപ്പോഴൊക്കെ ഉണ്ട് ട്രെയിൻ, അത് കഴിഞ്ഞ പിന്നെ നെക്സ്റ്റ് ട്രെയിൻ എപ്പോഴാണ്, അതൊക്കെ അങ്ങനെ നോക്കി നോക്കിയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇത് ഞാൻ പലപ്പോഴും ഒരു ദിവസം എന്റെ ഫോണ് കേടായ സമയത്ത് ഡാറ്റ വർക്ക് ചെയ്യണില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്താ പറയാ ഇത് സാധിക്കുന്നില്ല. അപ്പൊ അവർ ആ ഫോണിൽ സംഭവം ഇൻസ്റ്റാൾ ചെയ്തു. ഞാൻ ആലോചിച്ചു, ഇത് പലപ്പോഴും എന്റെ സുഹൃത്ത് പറയും ചെയ്തു, സുരേഷ് അതൊക്കെ അവർക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. നീ ഇങ്ങനെ എല്ലാവരും സന്തോഷിപ്പിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട ആവശ്യമില്ല. ചില സമയങ്ങളൊക്കെ നോ പറയാൻ പഠിക്കണം. അന്ന് ചില സുഹൃത്തുക്കൾ കല്യാണം പറയാൻ വേണ്ടി കൂടെ വരൂ, ആ ശരി വരാം, നമ്മൾ രാവിലെ ബൈക്ക് എടുത്തോണ്ട് കൂടെ പോവുകയാണ്, അല്ലെങ്കിൽ കാർ എടുത്ത് കൂടെ പോവുകയാണ്, ഒരുപാട് ഒരു പകൽ മുഴുവനും അവരുടെ കൂടെ കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് തിരിച്ചെത്തുന്നു. ആ സമയത്ത് ഇത് അൾട്ടിമേറ്റ് നിനക്ക് എന്ത് കിട്ടി എന്ന് ചോദിക്കുന്ന സമയത്ത് ഒന്നുമില്ല, അവന്റെ സ്നേഹം സന്തോഷം, അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ചില സന്ദർഭങ്ങളിലെങ്കിൽ നമ്മൾ നോ പറയാൻ പഠിക്കണം എന്നുള്ളത് വലിയ പാടാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അഡ്വർടൈസിങ്, ഇതിന്റെ കുറച്ച് ഷോർട്ട് ഫിലിംസ് ഒക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് JCIയിൽ ജോയിൻ ചെയ്തത്. JCIയിൽ ജോയിൻ ചെയ്തു. അതൊരു മറ്റൊരു ടേണിംഗ് പോയിന്റ് ആണ്. ഒന്ന് ഒരു ട്രെയിനറായി, സോൺ ട്രെയിനർ ആയതിന്റെ 2-ാം ദിവസം മുതൽ എനിക്ക് എങ്ങനെയൊക്കെയോ അസൈൻമെന്റ്സ് വന്നു തുടങ്ങി. അതായത് എന്താ പറയാ, അനുഭവങ്ങളൊക്കെ ആയി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു സോൺ ട്രെയിനേഴ്സ് വർക്ക്ഷോപ്പിൽ ഔട്ട്സ്റ്റാൻഡിംഗ് പാർട്ടിസിപ്പന്റ് ഒക്കെ ആയിരുന്നു. അത് അറിഞ്ഞുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് അതിന്റെ 2-ാം ദിവസം എനിക്ക് ട്രെയിനിങ്ങിലുള്ള ചാൻസ് വന്നു. പിന്നെ അത് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പൊ ട്രെയിനിങ് മാത്രമാണ്, മറ്റൊരു മേഖലയും കൈവയ്ക്കാറില്ല. ചില സമയത്ത് ഇതിനൊക്കെ സിനിമയിലൊക്കെ അഭിനയിച്ചുണ്ട്, പറയുകയാണെങ്കിൽ ഇതിന് ഒരുപാട് പറയാനുണ്ട്. അതെല്ലാം പറഞ്ഞു തീർക്കുകയാണെങ്കിൽ ഇന്നൊരു ദിവസം മതിയാവില്ല. അപ്പൊ ഇതിനിടയിൽ ഒരു സിനിമയിൽ അഭിനയിക്കുകയുണ്ടായി. ഒരു എന്താ പറയാ, കാസർഗോഡ് വെച്ച് ഷൂട്ട് ചെയ്യുന്ന എന്റെ സുഹൃത്തായിരുന്നു അതിന്റെ അതിന്റെ ചീഫ് അസോസിയേറ്റ്. അപ്പൊ അദ്ദേഹം വിളിച്ചു പറഞ്ഞാണ്, ഒരു പടം ഉണ്ട്, അത് നിനക്ക് അഭിനയിക്കാണെന്നില്ല, നിനക്ക് ജീവിക്കേണ്ട കാര്യമുള്ളൂ, നിസ്സാര സംഭവമാണ്. അപ്പൊ നോക്കുമ്പോ അത് എന്താ പറയാ, ഒരു കാസർഗോഡിന്റെ ഒരു ഗ്രാമം, കേരളത്തിന്റെയും കർണാടകത്തിന്റെയും അതിർത്തിയിൽ നടക്കുന്ന ഒരു ഗ്രാമം. ഈ ഗ്രാമത്തിൽ ഒരു ഡെവലപ്മെന്റും ഇല്ല, ആർക്കും ആ ഗ്രാമത്തിലുള്ള ഒരു താല്പര്യത്തില്ല, കുറച്ച് ആളുകളേ ഉള്ളൂ. അപ്പൊ അവർക്കാണെങ്കിൽ വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ല. ആ ഒരു ഗ്രാമത്തിൽ ഒരു തട്ടിപ്പുകാരൻ വന്നിട്ട് അവിടെയുള്ള ജനങ്ങളെ മുഴുവനും പറ്റിക്കുന്നതും, ആ ജനങ്ങള് പിന്നീട് എന്താ പറയാ, ആ ഗ്രാമം ഒരു ഡിജിറ്റൽ വില്ലേജായി മാറുന്ന ഒരു കഥ. ആ തട്ടിപ്പുകാരന്റെ വേഷം നിനക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും, നിന്റെ കുറെ മാനുവൽസുകൾ കയ്യിലുണ്ടെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ആ സ്ക്രിപ്റ്റ് ഒക്കെ നോക്കി എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആ പടത്തിൽ കയറി അഭിനയിക്കുക ചെയ്തു. അപ്പൊ ആ ഒരു സിനിമയിൽ അഭിനയിച്ചു എന്നല്ലാണ്ട് പിന്നെ മറ്റു കാര്യമായ സംഭവങ്ങളൊന്നും, പിന്നെ കുറച്ച് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തു എന്നൊക്കെ അല്ലാണ്ട് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നു. ഈ ട്രെയിനിങ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൽ എനിക്ക് എന്തുകൊണ്ടാണ് ദൈവത്തിന് അനുഗ്രഹം കൊണ്ടായിരിക്കാം, പിന്നെ എല്ലാവരുടെയും സ്നേഹം കൊണ്ട് എനിക്ക് കുറെ സൗഹൃദങ്ങൾ, ഈ സൗഹൃദങ്ങളിലൊക്കെ വാല്യൂ കൊണ്ടായിരിക്കാം ട്രെയിനിങ് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു. ഇതിനിടയിൽ നോർക്ക റൂട്ട്സിന് വേണ്ടിയിട്ട് പ്രവാസികൾക്ക് വേണ്ടി ട്രെയിനിങ് എടുക്കൊക്കെ ഉണ്ടായി. ഇതേപോലെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് കേരളത്തിന് പുറത്തും, കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മിക്കവാറും എല്ലാ ജില്ലകളിലും ട്രെയിനിങ് എടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് എന്റെ കഥ ചുരുക്കി പറയുകയാണെങ്കിൽ. ഇപ്പോ ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കും. കഴിഞ്ഞ വർഷം ഏകദേശം ഓഗസ്റ്റില് പറഞ്ഞ പോലെ എനിക്ക് ആക്സിഡന്റ് ഉണ്ടായി. ബൈക്ക് ഓടിച്ചു പോകുന്ന സമയത്ത് ഒരു പട്ടി കുറുകെ ചാടി. ആ പട്ടി കുറുകെ ചാടിയ സമയത്ത് പെട്ടെന്ന് കട്ട് ചെയ്ത സമയത്ത് മതിലിൽ പോയി ഇടിച്ചു. അപ്പൊ വലിയ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല, വലത്തെ കൈയിന് അനക്കമൊന്നുമില്ല. അപ്പൊ നോക്കുമ്പോ നമ്മുടെ സ്പൈനൽ കോഡിലൂടെ പോണ ഒരു 2 നെർവുകളുണ്ട്, C5 C6. ആ 2 നെർവ് കഴുത്ത് വെച്ച് പറഞ്ഞു പോയി. അപ്പൊ കൈയിന്റെ റിസ്റ്റ് എന്നൊക്കെ എടുത്ത് ആ നെർവ് ഒക്കെ എടുത്ത് റീകൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അതിന് സാവധാനം മാത്രമേ വളർന്നു വരുള്ളൂ, പെട്ടെന്ന് തിരക്കുപിടിച്ചൊന്നും കാര്യമില്ല. എല്ലാ ദിവസവും ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താ പറയാ, അത് ഭംഗിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം റിവ്യൂവിന് പോയ സമയത്ത് ഡോക്ടർ ഭയങ്കര സന്തോഷമാണ്. പുള്ളി പറഞ്ഞു, ഇത് നല്ല റിക്കവറിയാണ്, ഗുഡ് തിങ്സ് ഹാപ്പൻ ടു ഗുഡ് പീപ്പിൾ എന്നൊക്കെ പറഞ്ഞു. അവിടെയുള്ള ബാക്കിയുള്ള ആളുകളെ കുറിച്ച് കാണിച്ചു കൊടുത്തു. കണ്ടില്ലേ, റിക്കവറി കണ്ടോറും കാണിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യം. അപ്പോൾ അങ്ങനെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഇടയിൽ മറ്റൊരു സംഭവം, ജീവിതം പറഞ്ഞില്ലേ കുറെ അനുഭവങ്ങളുടെ കഥയാണെന്ന്. ഞാൻ മുമ്പ് എനിക്കൊരു മെഡിക്ലെയിം പോളിസി ഇൻഷുറൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ ഇൻഷുറൻസ് എടുത്ത് ഒരു 8 വർഷത്തോളം അങ്ങനെ പുതുക്കി പുതുക്കി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി പെട്ടെന്ന് പ്രത്യേകിച്ച് സംഭവിക്കുന്നില്ല. ഒരു ദിവസം ഇവർ എന്നെ വിളിച്ചപ്പോ, സാറേ പുതുക്കാൻ സമയമായിട്ടുണ്ട്, പുതുക്കണ്ടേന്ന് വെച്ച് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു, എന്നെ സംബന്ധിച്ചത് വൻ നഷ്ടമാണ്, ഞാൻ എല്ലാ വർഷം പുതുക്കി കൊണ്ടുപോകുന്നുണ്ട്, പക്ഷെ എനിക്കാണെങ്കിൽ ഒന്നും പറ്റുന്നില്ല, ഞാൻ അത് അവസാനിപ്പിക്കാൻ പറഞ്ഞ് നിർത്തിയതാണ്. അത് കഴിഞ്ഞ് 4 കൊല്ലം കഴിഞ്ഞ സമയത്താണ് ആക്സിഡന്റ് സംഭവിക്കുന്നത്. ചില്ലറ സംഖ്യ ഒന്നുമില്ല കയ്യിൽ, ഇത് നല്ല സംഖ്യ പോയിട്ടുണ്ട്. അപ്പോ എന്താ പറയാ, ഇതേപോലെ പ്രീകോഷൻസ് ഒക്കെ എല്ലാവരും എടുത്തു വെക്കണം. നമ്മളുടെ മറ്റുള്ള ആൾക്കാരുടെ അനുഭവങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതൊക്കെ പ്രാവർത്തികമാക്കാം. ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കണം. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ഇത്ര നേരം കേട്ടെന്ന് എല്ലാവർക്കും വളരെ സന്തോഷം. ബോറടിപ്പിച്ചെങ്കിൽ ക്ഷമ. Okay, thank you, sir. Thank you so much.
അപ്പൊ ഇനി ഇവരുടെ ഒരു ടൈമാണ്, അതായത് ഇവർക്ക് നിങ്ങളുടെ സ്റ്റോറി കേട്ടിട്ട് എന്താണ് പറയാനുള്ളത് എന്നുള്ള ആ ഒരു സമയം. അപ്പൊ ഇനി നിങ്ങൾക്ക് പറയാം. റസാഖ് സർ. താങ്ക് യു സാർ. തട്ടിപ്പുകാരനാണ് സാർ. കേട്ടില്ലേ? തട്ടിപ്പുകാരനാണ് അറിയാം അല്ലേ? എന്തായാലും നന്നായിട്ടുണ്ട് കഥ. കേട്ടിട്ട് എനിക്കൊരു 90 വയസ്സായ ഒരാളെ കഥ കേട്ടു. ഇത്രയും പ്രായത്തിനുള്ളിൽ ഇത്രമാത്രം സംഭവിച്ചോ ജീവിതത്തിൽ? എന്തായാലും ഒരുപാട് മേഖല അല്ലെ, എത്രയോ മേഖലകൾ, എല്ലാ മേഖലയിലും കൈവച്ചു എന്ന് തന്നെ പറയാം. ഒരു കണക്കിന് സൂപ്പർ മാർക്കറ്റ് ഗൾഫിൽ പോകലായിട്ടും നാട്ടിലായാണ് ഫോട്ടോഗ്രാഫി ആണെങ്കിലും എല്ലാ മേഖലയിലും ഒന്ന് കൈവച്ചിട്ട് പോരേണ്ടി വന്നു. നല്ല ഒരു കഥയായിരുന്നു. കഥ പറയുമ്പോ ഇങ്ങനെ പറയണം, ആദ്യം മുതൽ അവസാനം വരെ ഒരു കഥയായിട്ട് ഇങ്ങനെ തുടർക്കഥ എന്ന് പറഞ്ഞതുപോലെ ആ ബാലരമയിലെ കഥ ഓർമ്മ ഒന്നും എനിക്ക് തോന്നുന്നുണ്ട്. അത് അങ്ങനത്തെ ഒരു കഥയായിരുന്നു. താങ്ക് യു. നല്ല കഥയായിരുന്നു സാർ. താങ്ക് യു. Okay, thank you, Rasat sir. Shamini ma'am. Good morning, sir. നല്ല രീതിയിൽ പറഞ്ഞു. എനിക്കിതിലെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും സങ്കടപ്പെടേണ്ട കാര്യമില്ല, വരുന്ന എല്ലാ അവസരങ്ങളെയും ഉപയോഗിക്കുക. അത് നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ടേയിരിക്കുക. അത് ഏതെങ്കിലും ഒരു പുതിയൊരു ഫീൽഡിലേക്ക് എത്തുമ്പോൾ പഴയ എക്സ്പീരിയൻസ് നമുക്ക് അവിടെ ഗുണം ചെയ്യും. അപ്പൊ സാറ് എവിടെയും നോ പറയാതെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഒട്ടും പരിചയമില്ലാത്ത വെവ്വേറെ ഫീൽഡുകളിലേക്ക് പോകേണ്ടി വരുമ്പോഴും അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അതുകൊണ്ട് തന്നെ സാർക്ക് എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ഫുൾഫിൽമെന്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോ ഇത് ശരിക്കും എനിക്കൊരു മോട്ടിവേഷൻ തന്നെയാണ്. താങ്ക് യു സർ. മാജിക് മോർണിംഗ് സർ. മാജിക് മോർണിംഗ് സാറിന് വളരെ ഇതും അവസരത്തെ നമ്മൾ കൈകാര്യം ചെയ്യണം എന്നാണ് സാറുടെ. ഒരുപാട് മേഖലകളിലൂടെ കൈകാര്യം ചെയ്തു. അതുകൊണ്ട് കംഫർട്ട് സോണിനെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യാന്നുള്ളത് സാറ് കാണിച്ചു തന്നു. കാരണം നമുക്ക് പരിധികളൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടും നമുക്ക് വേണ്ട അച്ചീവ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമം നടത്തിയാൽ തീർച്ചയായിട്ടും അച്ചീവ്മെന്റ് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കിടക്കുന്നതിനെ കുറിച്ചും സാറ് പ്രാക്ടിക്കലായിട്ട് ഇവിടെ പറയുകയുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുക, ഉള്ളതിൽ നിന്ന് തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമം നടത്തുമ്പോൾ തീർച്ചയായിട്ടും സക്സസ് ആവും എന്ന് സാറിന്റെ ജീവിത രീതിയിലൂടെ കാണിക്കുകയുണ്ടായിരുന്നു. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. രണ്ടുപേരി പാട്ട് സാറിന് പാടായിരുന്നു. സാറ് നല്ല പാട്ടുകാരാന്നൊക്കെ പറഞ്ഞിട്ടപ്പോ അത് പിന്നൊരു ക്ലാവിഡ സമയം ഇപ്പൊ തന്നെ 6:30 കഴിഞ്ഞിട്ടുണ്ട്. Yes. Thank you, Shamini ma'am and Babu sir. Mani sir. മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ് സർ. നല്ല ഒരു എനർജി പാക്ഡ് പ്രസന്റേഷൻ ആണ്. നല്ല വിവിധ മേഖലയിൽ സാറ് ഒരു റിഗ്രറ്റും ഇല്ലാണ്ട് മാറി 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 ആ ജീവിതത്തിന്റെ ആ മുന്നേറ്റം വളരെ രസകരമായിട്ട് അത് ഫ്ലുവൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആ റിലേഷൻഷിപ്പിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടിട്ടുള്ള ഒരു ജീവിതം നയിച്ചതിനും അത് ഞങ്ങൾക്ക് കുറെ ഒരു മാതൃകയാക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും അതിലുണ്ട് എന്നുള്ളതാണ്. താങ്ക് യു വെരി മച്ച്. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. താങ്ക് യു മണി സർ. ബഷീർ സർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നോ? അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ ബഷീർ സർ? ഇല്ലായിരുന്നു. എന്നാലും മാജിക് മോർണിംഗ് സർ നല്ല ഒഴുക്കോട് കൂടി കേട്ട ക്ലാസ്. നല്ല സ്വന്തം അനുഭവങ്ങളുടെ ഓരോ മേഖലയിലും, പ്രത്യേകിച്ചും സാറിന്റെ ആ നവോദയയിലെ ബേസ്, അതാണ് സാർ ഞാൻ മനസ്സിലാക്കുന്നത് സാറിനെ നിലയിൽ എത്തിച്ചതെന്ന്. ഞാൻ 2-3 കുട്ടികൾ നവോദയയിലെ കുട്ടികളായിട്ട് പരിചയപ്പെട്ടപ്പോ അവിടുത്തെ സിസ്റ്റം പഠിപ്പിക്കുന്നതും പ്രാക്ടിക്കലായിട്ട് ചെയ്യിപ്പിക്കുന്നതൊക്കെ അതൊക്കെ ഭാവിയിലേക്ക് ഇങ്ങനെ ഉപകരിക്കുന്നുള്ളതിന്റെ ഒരു ഉത്തമ തെളിവാണ് സാറ്. താങ്ക് യു സർ. ഗുഡ്. നന്നായിട്ടുണ്ട് സർ ക്ലാസ്. താങ്ക് യു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മളെ ഏത് ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ സാറ് പറഞ്ഞു സാറിന് ഒരുപാട് സഹായിച്ചത് സാറിന്റെ ഫ്രണ്ട്സുകളാണ്. കാരണം നമുക്ക് ഒരു ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുമ്പോൾ അത് 100% ഒന്നും നല്ലതായിക്കൊള്ളണമെന്നൊന്നുമില്ല.
എല്ലാവരും നമുക്ക് നല്ല വഴികൾ പറഞ്ഞു തരികയും നമ്മളെ കൂടെ നല്ല രീതിയിൽ നിൽക്കണവരൊന്നും ആയിക്കൊള്ളുന്നില്ല. പക്ഷെ സാറിന് എന്തോ അതൊരു ഭാഗ്യം ഉണ്ടായി, നല്ല ഫ്രണ്ട്സിനെ കിട്ടാൻ സാധിച്ചു. അത് തന്നെയാണ് ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത്. നമ്മളെവിടെ ഒരു വീഴ്ച വരുമ്പോഴും അവിടെ നമ്മളെ ഒരു കൈ പിടിച്ച് നമ്മളെ ഉയർത്താൻ നമുക്കൊരു ഒരു ഫ്രണ്ട് ഏറ്റവും നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നിയത്. അതുപോലെ സാറിന്റെ എല്ലാ എന്താ പറയാ ഓരോ അച്ചീവ്മെന്റ്സും കൂടുതൽ നല്ലതായിട്ട് തോന്നി. എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു സാർ ഷെയർ ചെയ്തത്. കേൾക്കാനും നല്ല രസമുണ്ടായിരുന്നു. നന്നായിട്ടുണ്ട് സാർ. എന്തായാലും ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. അടുത്ത പ്രാവശ്യം എന്തായാലും പാട്ട് പാടുന്നു സാറേ. ഓക്കെ ഓക്കെ, താങ്ക് യു സിന്ധു മാം. അപ്പൊ നമുക്ക് സുരേഷ് സർ പറഞ്ഞ പോലെ ടൈം ഓൾമോസ്റ്റ് 6:30 കഴിഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇനി ആർക്കും ഫീഡ്ബാക്ക് പറയാനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സെഷൻ വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. അപ്പം ഏകദേശം എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ, ഇല്ല. ഓക്കെ, ഫൈൻ. നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ, അതായത് മൈ സ്റ്റോറീസ്, സാറിന്റെ ആ ഒരു സ്റ്റോറി പറഞ്ഞു തന്ന സുരേഷ് സാറിനും അതുപോലെ തന്നെ ഇന്ന് പങ്കെടുത്തിട്ടുള്ള എല്ലാ ബി മാജിക് മെമ്പേഴ്സിനും താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. Thank you, Suresh. Thank you all. Thank you very much.